നമസ്കാരം. നിതിൻ ഗഡ്കരിക്കും അരുൺ ജെയ്റ്റ്ലിക്കും 150 കോടി വീതം, അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും 50 കോടി വീതം, ജഡ്ജിമാർക്ക് വേറെ 250 കോടി, ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് മാത്രം 1000 കോടി, ഗഡ്കരിയുടെ മകന്റെ വിവാഹത്തിന് നൽകിയ 10 കോടി കൂടി ചേർത്ത് മൊത്തം 1800 കോടിയുടെ കോഴക്കണക്കുമായി യെദ്യൂരപ്പയുടെ ഡയറി. ബി.ജെ.പിയെ പിടിച്ചുലച്ച ഡയറി കുറിപ്പിൽ യെദ്യൂരപ്പ ചാർത്തിയ ഒപ്പും ആദായ നികുതി വകുപ്പിന്റെ കൈവശമുള്ള രേഖകൾ പുറത്തുവിട്ട കാരവനെതിരെ ബി.ജെ.പിയുടെ ദുർബലമായ പ്രതിരോധം. യെഡ്ഡിയുടെ ഡയറി നുണകളുടെ വലയെന്നും വ്യാജക്കടലാസ് ഉയർത്തിക്കാട്ടിയുള്ള കള്ളപ്രചരണമാണെന്നും രവിശങ്കർ പ്രസാദ് വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞാൽ തീരുമോ സംശയങ്ങൾ? പ്രതിരോധ വകുപ്പിലെ രേഖകൾ പോലും കള്ളൻ കൊണ്ടുപോയിട്ട് അറിയാത്തവർ ഹവാല കണക്കിന്റെ പൊരുൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുമോ? രാജ്യം മൂക്കിൽ വിരൽ വെച്ച് നിൽക്കുമ്പോൾ ചൗക്കിദാർ എവിടെ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിക്കുന്നത്. ഇന്നത്തെ ചോദ്യങ്ങൾ: യെദ്യൂരപ്പയുടെ ഡയറിയിലെ കണക്കുകൾ പറയുന്ന 1800 കോടിയിൽ ഒതുങ്ങുമോ ഹവാലയുടെ യഥാർത്ഥ ചിത്രം? കണക്കുകൾ പറയേണ്ടവർ പറയാതിരിക്കുമ്പോൾ സ്വയം ചമഞ്ഞ ചൗക്കിദാറിന് എന്തുണ്ട് പറയാൻ? യെഡ്ഡി ഡയറിയിലെ കോഴക്കണക്കുകൾ അന്വേഷിച്ച ആദായ വകുപ്പിനെ തടഞ്ഞതാര്? ലോക്പാൽ വന്ന് ഇരുട്ടി വെളുക്കും മുൻപ് രാജ്യം കേട്ട അഴിമതി കഥ ആദ്യ ലോക്പാൽ അന്വേഷിക്കുമോ? അതിർത്തിയും അമ്പലവും പറഞ്ഞ് കാലം പോക്കാമെന്ന് കരുതിയവർക്ക് അഴിമതി കണക്കുകൾ ബാധ്യതയാകുന്നു. 1800 കോടിയുടെ ഹവാല കണക്കുകൾ പുറത്തു വരുമ്പോൾ രാജ്യം ചോദിക്കുന്നു, ചൗക്കിദാർ എവിടെ? വിഷയം ചർച്ച ചെയ്യുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചേരുന്നത് ബി.ജെ.പി നേതാവ് അഡ്വക്കേറ്റ് എസ് സുരേഷ്, കോൺഗ്രസ് നേതാവ് ശ്രീ എൻ വേണുഗോപാൽ, ഇടതുപക്ഷത്തു നിന്ന് CPM പ്രതിനിധിയായി ജേക്ക് സി തോമസ് എന്നിവർ. സുരേഷ് അല്പസമയത്തിനകം സ്റ്റുഡിയോയിലെത്തും, ഇപ്പോൾ ടെലിഫോൺ ലൈനിലാണ്. സുരേഷ്, ഇന്ന് പത്തനംതിട്ടയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ തർക്കം ഏതുവരെ എത്തിയെന്ന് ചർച്ച ചെയ്യാനാണ് ചർച്ചയിൽ ഇന്ന് ആദ്യം ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്തകൾ പ്രകാരം ബി.ജെ.പി നേതാക്കൾ ഇപ്പോൾ യെദ്യൂരപ്പയുടെ ഡയറിയിൽ കുരുങ്ങി നിൽക്കുന്നു എന്നതാണ് വാർത്തകൾ. 1800 കോടിയുടെ ഹവാലയുടെ കണക്കുകൾ പുറത്തുവിട്ട കാരവൻ മാഗസിൻ, അത് ആദായ നികുതി വകുപ്പിന്റെ കയ്യിലിരിക്കുന്ന രേഖകൾ എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ബി.ജെ.പിയുടെ പ്രതികരണം? ഡോക്ടർ ലാൽ, ഞാൻ കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് താങ്കൾ എന്നെ വിളിച്ചിരുന്നതും അത് തന്നെ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനിടയിൽ താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. ഒന്ന്, ഏതെങ്കിലും ഒരു പേപ്പർ കഷണത്തില് ആരെങ്കിലും എഴുതി വെച്ച സാധനം വെച്ച് അത് ഒരു പ്രൈം ടൈം ചർച്ചയാക്കാവുന്ന രീതിയിൽ അതപ്പതിച്ചോ ഈ കേരളത്തിലെ മാധ്യമം എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ഒന്ന്. രണ്ടാമത്, രാഹുൽ ഗാന്ധി കൊട്ടിഘോഷിക്കുന്ന വിഡ്ഢിത്തവും വിവരക്കേടുമൊക്കെ ആവർത്തിച്ചു പറയാൻ കേരളത്തിലെ KPCCയേക്കാൾ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാധ്യമ വിഭാഗങ്ങളും കാണിക്കുന്ന ആവേശം കാണുമ്പോൾ എന്താ ലജ്ജയാണ് തോന്നുന്നത്. കാരണം കോൺഗ്രസ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ കുടുംബ ഭരണമായിട്ടുള്ള കോൺഗ്രസിന്റെ അഴിമതിയുടെ അവകാശിയായിട്ടുള്ള രാഹുൽ ഗാന്ധി പൊക്കിപ്പിടിക്കുന്ന ഇതുപോലെയുള്ള പേപ്പർ കഷണങ്ങൾ വെച്ച് ഇവിടെ മാധ്യമ ചർച്ച നടത്തുന്ന കേരളത്തിന്റെ സംസ്കാരം അത് അങ്ങേയറ്റം നാണം കെട്ടതായി മാറിയിരിക്കുന്നു എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നു. ശ്രീ സുരേഷ്, അതിനെ സംബന്ധിച്ച് രവിശങ്കർ പ്രസാദ് വളരെ സുവ്യക്തമായിട്ട് ബി.ജെ.പിയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഈ രാജ്യത്തിന്റെ നിർണായകമായിട്ടുള്ള സമയങ്ങളിൽ രാജ്യത്തിന്റെ അഭിമാനത്തെ തകർക്കാനും രാജ്യത്തിന്റെ സുരക്ഷാ ഏജൻസികളെ ഒറ്റപ്പെടുത്താനും ശ്രമിക്കുന്ന ആൾക്കാരുടെ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത് വന്നിരിക്കുന്നതെന്നും ഇതിൽ വസ്തുതയുമായിട്ട് യോജിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നും അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി ഇത് എഴുതി ഒപ്പിട്ട് നൽകി എന്ന് പറയുന്ന യെദ്യൂരപ്പ ഇത് പ്രസിദ്ധീകരിച്ചവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനും
ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഡോക്ടർ ലാലും പീപ്പിളും ആ മാനനഷ്ട കേസിൽ കുടുങ്ങാതിരുന്നാൽ നിങ്ങളുടെ ഭാഗ്യം. ശരി, അക്കാര്യത്തിൽ എന്തായാലും മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ധൈര്യപൂർവ്വം ചോദിക്കാനുള്ള ചങ്കൂറ്റമുള്ളത് കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഞാൻ ഒരു കാര്യം സുരേഷോട് പറയട്ടെ, സുരേഷോട് ഒറ്റ കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ കാര്യത്തിൽ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ മാധ്യമങ്ങൾ അധപ്പതിച്ചോ, കേരളത്തിലെ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വഴിക്കാണോ, മാർക്സിസ്റ്റ് പാർട്ടിയും അതിന്റെ മാധ്യമ വിഭാഗവും ഇങ്ങനെ കേരളത്തിന്റെ സംസ്കാരം ഈ രീതിയിലാക്കിയോ, ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. ഏറ്റവും അവസാനം മാനനഷ്ടത്തിന്റെ ഭീഷണിയും പറഞ്ഞല്ലോ. ഇത് കേരളത്തിൽ ഇന്നിപ്പോ പീപ്പിൾ പുറത്തുവിട്ട വാർത്തയല്ല, പീപ്പിൾ മാത്രമല്ല ഇത് ചർച്ച ചെയ്യുന്നത്. ഈ 8 മണി ചർച്ചയിൽ ഇന്നിപ്പോ അങ്ങ് ഏത് മാധ്യമത്തിൽ നോക്കിയാലും ഇത് തന്നെയാണ് ചർച്ച എന്നത് അങ്ങ് ശ്രദ്ധിച്ചു കാണുന്നു കരുതുന്നു. കേരളത്തിലെ ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മാധ്യമ സംസ്കാരത്തിന്റെ നെറികേടിന്റെ ഉദാഹരണമാണത്. അതിപ്പോ ഏത് ചാനൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങൾ അതേപോലെ പറയുന്നത്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫ്രാക്ഷൻ ഇവിടെ പരമാവധി മാധ്യമങ്ങളിലൊക്കെ കയറിയിട്ടുണ്ട്. അവർ ഇതൊക്കെ ചർച്ച ചെയ്യും, അതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ കേരളത്തിലെ പൊതുജനം അവരുടെ അഭിപ്രായം രൂപീകരിക്കുന്നത്. അപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫ്രാക്ഷനാണ് ഇന്ന് ഇന്ത്യയിൽ ഈ 1800 കോടിയുടെ ഈ ആരോപണം, അത് യെദ്യൂരപ്പയുടെ ഡയറിയുടെ പകർപ്പ് പുറത്തുവിട്ടുകൊണ്ട് കാരവൻ മാഗസിനെ കൊണ്ട് ചെയ്യിച്ചത് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഇത്തരം രേഖ എത്തിച്ചത് എന്നാണോ ഡോക്ടർ ലാലെ? ഒരാള് ഡയറി എഴുതി വെച്ചിട്ട് അതിന്റെ താഴെ എന്താ പറയാ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതി ഒപ്പിട്ടിട്ടാണോ ഡയറി എഴുതുക? നിങ്ങൾ ഇത് ഏത് ഡയറിയെ കുറിച്ചാ പറയുന്നത്? ഇത് ആരെഴുതിയ ഡയറിയെ കുറിച്ചാ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് ആധികാരികതയാ? ഒരു പത്രപ്രസ്താവനയോ ഒരു ചർച്ചയോ നടത്തുമ്പോൾ ആധികാരികമായിട്ടൊരു തെളിവ് വേണ്ടേ? ഒരു പേപ്പറിൽ ഏതോ വിഡ്ഢി ഏതോ പൊട്ടൻ എഴുതി വെച്ച സാധനം എടുത്തു വെച്ചിട്ട് ഈ കേരളത്തിലെ ജനതയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ചർച്ച നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ആധികാരികതയാണ് അതിന്റെ പിന്നിലുള്ളത്? ശ്രീ സുരേഷ്, നിങ്ങൾ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ യെദ്യൂരപ്പയുടെ കയ്യൊപ്പ് ഡോക്ടർ ലാലിനാണോ? അല്ല, ഈ കാര്യത്തിൽ ഇങ്ങനെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ പുറത്തേക്ക് വിടുകയും ഈ കാര്യങ്ങളിൽ മുൻ ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രി ലാൽകൃഷ്ണ അദ്വാനിയുടെ പേരുകൾ വരുന്നു. ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ പേര്, ഗതാഗത മന്ത്രിയുടെ പേര്, മുരളി മനോഹർ ജോഷിയുടെ പേര്, മാത്രമല്ല ജഡ്ജിമാർക്ക് 250 കോടി, വക്കീലന്മാർക്ക് 50 കോടി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ധനകാര്യമന്ത്രി 250 കോടി പറയുമ്പോ സർ, ഈ രാജ്യത്തെ മുഖ്യമന്ത്രി, ഒരു കേരള മുഖ്യമന്ത്രി ബിജെപിയുടെ ആ കർണാടകയിലെ 10,000-കണക്കിന് പ്രവർത്തകരെ വാർത്തെടുത്ത ആ കർണാടക കണ്ട ഏറ്റവും വലിയ ജനകീയ നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി 1700 കോടി രൂപ ഒരു ഡയറിയിൽ തുണ്ടെഴുതി വെച്ച് താഴെ ഒപ്പിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നത് ഗതികേട് കൊണ്ടല്ലേ ഡോക്ടർ? ഇത്രത്തോളം തരംതാമോ പാതാളമോ? ശ്രീ സുരേഷ്, ആധികാരികത വേണ്ടേ? എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടി എന്ന് പറഞ്ഞ് ബിജെപിയോടുള്ള ശത്രുത വേണ്ടി ഇങ്ങനെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢിയാക്കിക്കൊണ്ട് ആൾക്കാരെ മുഴുവൻ ചർച്ച ചെയ്യുന്നതാണോ കേരളത്തിലെ മാധ്യമ സംസ്കാരം? താങ്കളൊന്ന് കേൾക്കൂ. അതായത് ഇന്ന് രാജ്യത്ത് ജനങ്ങൾ കാത്തിരുന്നത് BJPയുടെ 2ാമത്തെ പട്ടിക പുറത്തു വരും എന്നാണ്. ആ പട്ടികയ്ക്ക് വേണ്ടി വാർത്താ സമ്മേളനം വിളിക്കേണ്ടതിന് പകരം രവിശങ്കർ പ്രസാദ് വന്ന് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ്? അങ്ങ് ഈ പറഞ്ഞ നിസ്സാരപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് അദ്ദേഹം വാർത്താ മാധ്യമങ്ങളെ കണ്ട് പിരിഞ്ഞു പോയത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷ എന്താണ് പറഞ്ഞത്? അപ്പോൾ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം വേണ്ടേ? ഇങ്ങനെ പുറത്തേക്ക് പറയുമ്പോൾ ലോക്പാൽ ഉണ്ടല്ലോ, ഇവിടെ ലോക്പാൽ അന്വേഷിക്കണ്ടേ? ലോക്പാലിനെ വെച്ചത് മാർക്സിസ്റ്റ് പാർട്ടി UPI അല്ലല്ലേ, പുറത്തുവിട്ട രാഹുൽ ഗാന്ധി അല്ലല്ലോ, BJP അല്ലേ? ബിജെപിക്ക് മടിയിൽ കനമില്ലാത്തത് കൊണ്ടല്ലേ ഇതൊക്കെ വെച്ചത്. അഴിമതിയുടെ കാര്യത്തിലും സ്വജനപക്ഷപാതത്തിന്റെ കാര്യത്തിലും BJPയുടെ മന്ത്രിമാരെന്ന് രാജിവെക്കേണ്ടി വന്നിട്ടില്ലോ. പിണറായി മന്ത്രിസഭയിൽ രാജിവെച്ചതല്ലേ? കൊണ്ടാണ് ലോക്പാലിനെ BJP വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മന്ത്രി വന്നിട്ട് പറഞ്ഞത്, ഇതിനെ കുറിച്ച് ആധികാരികമായി പറഞ്ഞത്. മാത്രമല്ല, ഡോക്ടർ ലാലിനെ പോലെയുള്ള ഗവേഷണാത്മകമായിട്ട് ചിന്തിക്കുന്ന, അതോടൊപ്പം തന്നെ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യേണ്ടത്, ഞങ്ങളുടെ യെദ്യൂരപ്പയുടെ ട്വീറ്റ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ കർണാടക വെബ്സൈറ്റിൽ, കർണാടക കമ്മിറ്റി ഔദ്യോഗിക വെബ്സൈറ്റിൽ അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് പീപ്പിൾ ചാനലിന്റെ സ്ക്രീനിൽ ആ കർണാടകയുടെ BJPയുടെ വെബ്സൈറ്റും ട്വീറ്റും നോക്കുക.
നോക്കിയിട്ട് അതും കൂടെ ഒന്ന് കാണിക്കുക. ശ്രീ സുരേഷ്, നിങ്ങൾ വളരെ ഇപ്പോൾ കൃത്യമാണ്. കുത്തിപ്പിടിക്കുന്ന ശ്രീ സുരേഷ് ഡയറി പറഞ്ഞത് ഉണ്ടല്ലോ, ശ്രീ സുരേഷ് അതും പറഞ്ഞത് കാണിക്കുക. ഞാൻ ഈ മുഖവിലക്കെടുക്കുന്നു. സാധാരണ കാണുന്ന ശ്രീ ആൾക്കാർക്ക് സുരേഷ്, ബോധമുണ്ടാകട്ടെ, ശ്രീ ബോധം സുരേഷ്, വരട്ടെ. ശ്രീ നിങ്ങൾ സുരേഷ് പറയുന്നത് പൊട്ട കള്ളമാണ്, ശ്രീ പച്ച സുരേഷ്, കള്ളമാണ്. താങ്കൾ നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ കേരളത്തിലെ ജനതയെ മുഖവിലക്കെടുക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ബിജെപിയുടെ കർണാടക വിഭാഗം ഈ രീതിയിലുള്ള പ്രസ്താവനയുമായി വന്നിട്ടുണ്ട്. യെദ്യൂരപ്പയുടെ കൈപ്പടയും ഒപ്പം വ്യാജമാണെന്ന് കർണാടകത്തിന്റെ ബിജെപി പറഞ്ഞിട്ടുണ്ട്. അവർ അത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ കാണിക്കാനും അതിനെക്കുറിച്ച് പറയാനും മടിയില്ല നമ്മുടെ വാർത്താ വിഭാഗത്തിന്. അതൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണല്ലോ. ഇതൊക്കെ രാജ്യത്തിന് നിങ്ങൾ തന്നെ വെച്ച സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അത് വെച്ച് അന്വേഷിച്ച ഒരു കൃത്യതയിലേക്ക് പോകാനും താങ്കൾ തന്നെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു പിണറായി വിജയൻ സർക്കാർ ആരോപണങ്ങൾ വന്നവർ രാജിവെച്ച് പോയിട്ടുണ്ടല്ലോ. ഇത്രയും പേർ ഇത് വാങ്ങി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മുമ്പാകെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ഒന്ന് രാജിവെച്ച് മാറി നിന്ന് കാര്യം വ്യക്തമായതിനു ശേഷം മാത്രം തിരിച്ചു വരുന്നതല്ലേ ഭംഗി? ഡോക്ടർ ലാലെ, ഈ ഊളം കുതിരവട്ടത്തും പോയാൽ ഇതിനേക്കാളും വലിയ കോടികളുടെ കണക്ക് എഴുതി വെച്ച് ഡയറിയിൽ എഴുതിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ അവിടെ കാണാം. ഇതിനൊക്കെ ഇത്രയേ വിലയും നിലയുമുള്ളൂ ഡോക്ടർ ലാലെ. ഇതൊക്കെ പോക്കി നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഊളംപാറയിലും കുതിരവട്ടത്തും പോയി അവിടെ കിടക്കുന്ന ആൾക്കാർ ഡയറി നോക്കൂ. ഇതിനേക്കാളും വലിയ കോടികൾ അവിടെ കാണും അവരുടെ ഡയറിയിൽ. ശ്രീ സുരേഷ്, നമ്മൾ ഈ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 90കളിൽ വേറെ ഒരു ഹവാല ഡയറി നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഊളംപാറയിലൊക്കെ പോയി ഇരിക്കേണ്ടവരൊക്കെ ഇങ്ങനെ രാജ്യത്ത് മുമ്പ് ഉണ്ടായിരുന്ന കുറെ ആളുകൾ അവർ സത്യം പുറത്തു വന്നതിനെ പൊക്കിപ്പിടിച്ചാണ് നിങ്ങളും അധികാരത്തിലേക്കൊക്കെ വന്നത്. അപ്പൊ ഈ കാര്യത്തിൽ കുറെ സത്യങ്ങൾ ഉണ്ടോ ഇല്ലയോ? രാജ്യത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ രാജ്യത്തിന് ബോധ്യമായത് കൊണ്ടാണ്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭരണകൂടത്തിന് തൂത്തെറിഞ്ഞ് അഴിമതി മുക്തമായിട്ടുള്ള, കോൺഗ്രസ് മുക്തമായിട്ടുള്ള ഒരു ഭരണകൂടം ഈ രാജ്യത്തുണ്ടായത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിന് സ്വാധീനമില്ലാതെ പോയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലും ബംഗാളിലും കിട്ടിയ സമയത്തും ഇതുപോലെ അഴിമതി. ഇന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി സുപ്രീം കോടതിയുടെ കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ലേ ലാവ്ലിൻ കേസിൽ? സാർ, താങ്കളുടെ പ്രധാനമന്ത്രി, എന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ താങ്കൾക്ക് ഒരു പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ എല്ലാവർക്കും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഉണ്ട്. അവരൊക്കെ ഈ രീതിയിൽ തന്നെയാണ് കേസ് കോടതിയിൽ പക്ഷേ കോടതിയിൽ കേസ് എത്തുമ്പോൾ കോടതിയിലേക്ക് കേസ് എത്തിക്കാതിരിക്കാൻ നോക്കുക. അഥവാ കോടതിയിൽ ഏതെങ്കിലും തരത്തിലൊരു കേസ് വന്നാൽ രേഖകൾ കളഞ്ഞുപോയി, കള്ളൻ കൊണ്ടുപോയി എന്ന് പറയുക, അതല്ലല്ലോ ശരി. അന്വേഷിക്കണം, കേസ് കോടതിയിലെത്തണം, അതവിടെ നേരിടണം. അത് ചെയ്യാൻ എന്തുണ്ട് ഈ കാര്യത്തിൽ എന്നാണ് ബിജെപിയോടുള്ള ചോദ്യം. അല്ല, വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇത് പറഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച മാധ്യമത്തിന് ഇതിലപ്പുറം എന്തെങ്കിലും തെളിവുണ്ടോ? ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് പൊതുജനങ്ങളുടെ കോടതിയിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഒപ്പ് പൊതുജനങ്ങളുടെ കോടതിയിൽ അവതരിപ്പിച്ചു. പൊതുജനം മുഴുവൻ വോട്ട് ചെയ്യാൻ പോകുന്ന സമയമാണിത്. അതുകൊണ്ട് പൊതുജന കോടതിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇതല്ല, അദ്ദേഹത്തിന്റെ ഒപ്പ് ഇതല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഡയറി ഇല്ല. ഇങ്ങനെയൊക്കെ 1800 കോടി കൊടുത്ത് മുഖ്യമന്ത്രിയാകുന്ന ഇതെന്താ ഉഗാണ്ടയോ, ഇതെന്താ ചൈനയോ, ഇതെന്തോ ഇത്? ഇത്തരത്തിലുള്ള തന്നെ അവബന്ധിക്കല്ലാത്ത രേഖകൾ കാണിച്ച് അവഹേളിക്കുകയല്ലേ? ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു ഭീഷണിയാണ് ഡോക്ടർ ലാൽ. ഞാൻ തിരിച്ചു വരാം. താങ്കൾ ഇപ്പോൾ പറഞ്ഞതാണ് ഒരു ഉത്തരമായി എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് പറയാനുള്ളതായി തോന്നുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ സുരേഷ്, ശ്രീ എൻ വേണുഗോപാൽ, ഇപ്പോൾ ശ്രീ സുരേഷ് പറഞ്ഞിരിക്കുന്നത് കേൾക്കുക. ഹാൻഡ് റൈറ്റിംഗ് യെദ്യൂരപ്പയുടേതല്ല, ഒപ്പ് അദ്ദേഹത്തിൻ്റെതല്ല. ഇതിന്റെ പിന്നിൽ ഒരുപാട് കള്ളക്കളികളുണ്ട്. ഈ പറയാനുള്ളതൊക്കെ ജനങ്ങളോട് ഇതാ പറഞ്ഞിരിക്കുന്നു. ഇനി പൊതുജനത്തിന്റെ കോടതിയിലാണ് കാര്യങ്ങൾ. മാധ്യമങ്ങൾ, ചില പ്രത്യേക താല്പര്യമുള്ള മാധ്യമങ്ങൾ ആണ് ഇതൊക്കെ വരുത്തി തീർക്കുന്നത് എന്നതാണ്. കോൺഗ്രസ് പിന്നെ എന്തിനാണ് ഈ രീതിയിൽ ഇതിന്റെ പിന്നാലെ പോകുന്നത്? ശ്രീ വേണുഗോപാൽ. അല്ല, ഇത്തരം ഒരു കാര്യം ചർച്ച ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് എല്ലാ ഇംഗ്ലീഷ് ചാനലുകളടക്കം ഇത് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ സുരേഷിനെ പോലെയുള്ള ഒരാൾ ഇത്രയും കൂടുതൽ വികാരഭരിതമായിട്ട് രാജ്യത്ത് ബിജെപിയുടെ ഗവൺമെൻറ്റും ബിജെപിയും ചെയ്യുന്നത് മാത്രമാണ് സത്യസന്ധമായിട്ടുള്ളത്, ബാക്കി എല്ലാം തെറ്റായതാണ്. മീഡിയാസ് തെറ്റാണ്, അതുപോലെ തന്നെ മാധ്യമങ്ങളെല്ലാം തെറ്റാണ്. മാധ്യമത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നവർ ചെയ്യുന്നത് തോന്നിയവാസമാണ്. ഊളംപാറയിലും അതുപോലെ തന്നെയുള്ള കുതിരവട്ടത്തും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ സുരേഷിനെ പോലുള്ള ഒരു ഉത്തരവാദിത്വം
ഉത്തരവാദപ്പെട്ട ഒരാള് അങ്ങനെ വികാരപരമായി സംസാരിക്കുന്നതല്ല ഇതിനകത്ത് ഉചിതമായതുള്ളൂ. ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ ഇപ്പൊ ലോക്പാലിനെ വെച്ചതിനെ കുറിച്ചും അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾക്കല്ലേ ലോക്പാലിനെ വെക്കാനായിട്ട് ലോക്പാലിനെ വെച്ചത് എന്നാണെന്നുള്ളത്, ലോക്പാലിനെ വെച്ചത് നന്നായി എന്നുള്ളത്. പക്ഷേ ലോക്പാൽ അടക്കം എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളെയും ഭരണകൂടത്തിന്റെ ഒരു ഉപകരണമാക്കി മാറ്റിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏത് ഭരണഘടനാ സ്ഥാപനമാണ് ഇപ്പോൾ സ്വതന്ത്രമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? ഒരു സുപ്രീം കോടതിയിൽ പോലും നമ്മൾക്കുള്ള വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാര് മരത്തണലിൽ വന്നിരുന്നേച്ച് പത്രസമ്മേളനം നടത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ സുപ്രീം കോടതി അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം വെല്ലുവിളിക്കുകയും അതിനെയൊക്കെ തങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ലോക്പാലിനെ വെച്ചു എന്നുള്ള അഭിമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആക്ഷേപം ഇന്ന് കോൺഗ്രസ് ഉന്നയിച്ച ആക്ഷേപമൊന്നുമല്ല. കോൺഗ്രസിന് ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് 1800 കോടി രൂപയുടെ ഒരു കണക്ക് ഇൻകം ടാക്സ് അത് പിടിക്കുകയും ഇൻകം ടാക്സിനെ അതിൽ നിന്ന് കാരവനിൽ നിന്ന് എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ നിന്ന് അത് കോൺഗ്രസ് എടുക്കുകയും കോൺഗ്രസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഇത് യാഥാർത്ഥ്യബോധത്തോടുകൂടി ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമായിട്ട് കോൺഗ്രസിന് തോന്നിയത് കൊണ്ടിട്ടാണ് കോൺഗ്രസ് അത് പരസ്യമായി പറഞ്ഞത്. പരസ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പരസ്യമായി പറഞ്ഞത്. ഒരു മുഖ്യമന്ത്രി ഇപ്പോഴും അറിയാമല്ലോ, കർണാടകത്തിൽ എത്രയോ കോടികളാണ് കൊണ്ടു നടക്കുന്നത്. ഓരോ കാര്യങ്ങൾ 10 MLA-മാരെ കിട്ടാൻ എത്ര കോടി രൂപ പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പോൾ കോടികൾ മുടക്കി തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുന്നതിനും കോടികൾ മുടക്കി മറ്റ് MLA-മാരെ മേടിക്കുന്നതിനും രാജ്യവ്യാപകമായി ഞാൻ ചോദിട്ടെ, ഗോവയിൽ ഒരു മന്ത്രിസഭ ഇവരുണ്ടാക്കിയല്ലോ. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആയിരുന്നില്ലേ അവിടെ? എങ്ങനെയാണ് പണം കൊടുത്തിട്ട് എന്തും നേടാമെന്നുള്ളൊരു സാഹചര്യത്തിലാണ്. ഞാൻ അതിനോടൊപ്പം ഒരു കാര്യം പറയാം. ഈ 1800 കോടി രൂപയുടെ കാര്യത്തെക്കുറിച്ച് കയ്യൊപ്പ്, അക്ഷരങ്ങള് ഇതൊക്കെ അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഇത് അന്വേഷണ വിധേയമാക്കണം. ഇത് ശരിയാണോ? ഇങ്ങനെ 1800 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്ന ഇൻകം ടാക്സ് കൊണ്ടുവന്നിരിക്കുന്ന പുറത്തു കൊണ്ടിരിക്കുന്ന കണക്ക് ഒരു മാധ്യമം വളരെ ഉത്തരവാദിത്തപ്പെട്ടോടുകൂടി അത് പുറത്തുവിടുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാൻ എന്തൊരു വെപ്രാളം. 30,000 കോടി രൂപയുടെ പ്ലെയിൻ ഇടപാടിനെ കുറിച്ചിട്ട് ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയെ കൊണ്ടിട്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് BJP-യുടെ സർക്കാരോ അല്ലെങ്കിൽ പാർലമെന്റോ സമ്മതിച്ചോ? എന്തേ സമ്മതിക്കാന്? ശരിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്വേഷണ വിധേയമാക്കണം. എന്തിനാണ് ഓരോ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറിയ ബോഫേഴ്സ് പ്രശ്നം വന്നിട്ട് സംയുക്ത പാർലമെന്ററി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചില്ലേ? എന്തിനാ പുറകോട്ട് പോയില്ലല്ലോ കോൺഗ്രസ്? ഇപ്പോൾ എന്തിനാണ് പുറകോട്ട് പോകുന്നത്? ജെക്സി തോമസ്, ഇന്നിപ്പോൾ കോടതിയുടെ കൂടി നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് പ്രകാശ് കാരാട്ട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോ ശ്രീ വേണുഗോപാൽ പറഞ്ഞതുപോലെ പ്രതിപക്ഷം ലോക്പാലിലേക്ക് വരെ ഉറ്റുനോക്കുന്നുണ്ട്. അതിനിടയിൽ BJP പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെ തന്നെ സംവിധാനമാണ്, ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നാണ്, ഞങ്ങൾക്ക് ആരെയും പേടിക്കാനില്ലാത്തത് കൊണ്ടാണല്ലോ മാധ്യമങ്ങൾ, അതും ചില നിക്ഷിപ്ത താല്പര്യമുള്ള മാധ്യമങ്ങളാണ് ഇത് കാണിക്കുന്നത് എന്നാണ്. ഇത്തരത്തിലുള്ള കോടതിയുടെ നിരീക്ഷണത്തിൽ പോലും ഉള്ള ഒരു അന്വേഷണത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാരണം ജഡ്ജിമാർക്ക് വരെ 250 കോടി കൊടുത്തു എന്ന ഒരു കുറിപ്പാണ് യെഡിയൂരപ്പയുടെ കയ്യിൽ നിന്നിപ്പോൾ ഇൻകം ടാക്സ് വഴി കാരവനിലൂടെ നമ്മുടെ മുമ്പിലുള്ളത്. അതെ, വളരെ ഗുരുതരമായ ഒരു ആരോപണം. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ഘട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അതിശ്രദ്ധേയമായ ഒരു വിധിയെഴുത്തിലേക്ക് നിൽക്കുമ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ സമുന്നതരായ നേതാക്കന്മാരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു മുഖ്യധാര മാധ്യമം വെളിയിൽ വിട്ടിരിക്കുകയാണ്. 1800 കോടി രൂപയുടെ വലിയ അഴിമതിയുടെ വിവരങ്ങളാണ് അവർ വെളിയിൽ വിടുന്നത്. പക്ഷേ ഞാൻ അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ പറയുന്നത് പോലെ LK അദ്വാനി മുതൽ മുരളി മനോഹർ ജോഷി മുതൽ രാജ്നാഥ് സിംഗ് മുതൽ
അരുൺ ജെയ്റ്റ്ലി മുതൽ നിതിൻ ഗഡ്കരി മുതൽ രാജ്യത്തെ RSSന്റെ സംഘപരിവാരത്തിന്റെ സുപ്രധാനമായ മുഖങ്ങളെ ഒക്കെ പിടിച്ചുലയ്ക്കുന്ന അഴിമതി ആരോപണമാണ് കാരവൻ മാഗസിൻ വെളിയിൽ വിട്ടിരിക്കുന്നത്. അതിൽ ഗുരുതരമായ മറ്റൊരു ആരോപണം അവർ ഉന്നയിക്കുന്നത് ജഡ്ജിമാർക്കടക്കം ഏതാണ്ട് 250 മുതൽ 500 കോടി രൂപ കൊടുത്തതായി പറയുന്നു. ഇവിടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ധാർമ്മികമായി എടുക്കേണ്ട ഒരു നിലപാടെന്താ? ഇത്തരത്തിൽ ഒരു ആരോപണം വരുമ്പോൾ BJPയിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കുക അവരുടെ ഭൂതകാല നടപടികളുടെ പശ്ചാത്തലത്തിൽ ഒരു വിവരമില്ലായ്മ ആണ് സാധ്യതയെങ്കിൽ കൂടെയും ഇവർ ഇപ്പോൾ ചെയ്യേണ്ട ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം എന്താ? സത്യസന്ധമായ അന്വേഷണത്തിന് ഉത്തരവിടുക. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെങ്കിലും ഞങ്ങളുടെ മടിയിൽ കനമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവർ പ്രഖ്യാപിക്കേണ്ടത് ജനപക്ഷത്തിന് ബോധ്യം വരുന്ന രാജ്യത്തെ നീതിന്യായ സംവിധാനത്തോട് നീതി പുലർത്താൻ കഴിയുന്ന സമഗ്രമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുക. ഇവരുടെ ആരോപണങ്ങൾ അടക്കം BJPക്ക് തിരികെ പറയാൻ ഉള്ളതടക്കം മാതൃകാപരമായ എല്ലാ കാര്യങ്ങളെയും പരിശോധിക്കാൻ ജുഡീഷ്യറിയുടെ കാവലാളായിട്ടുള്ള അതിന്റെ കീഴിൽ അതിന്റെ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുക എന്നതല്ല BJP ചെയ്യേണ്ടത്. പക്ഷെ ഇവർ പറയുന്നു ഇവരിപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ഒരു വാദത്തിന് ഇപ്പോൾ BJPയുടെ തിരുവനന്തപുരത്തെ നേതാവായിട്ടുള്ള സുരേഷ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ യെദ്യൂരപ്പയുടേതല്ല എന്ന് തെളിയിക്കുന്ന കൈയെഴുത്ത് അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് പരിശോധിച്ച് ഈ ആരോപണത്തെ തള്ളിക്കളയുന്നു എന്നാണ് ഇവർ അത് സ്ഥാപിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ BJPയുടെ ഭൂതകാല അഴിമതി അനുഭവങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത് ഇവരെ ഈ തരത്തിൽ ഒരു ഹാൻഡ് റൈറ്റിംഗിന്റെ മാത്രം പരിശോധനയിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ്. ഇവരാണ് ഇന്ത്യൻ ദേശീയതയും യുദ്ധോത്സുകതയും പറഞ്ഞു പരത്തുന്നത്. പ്രത്യേകിച്ച് പുൽവാമ ഭീകരാക്രമണത്തിൽ നമ്മൾ കണ്ടു യുദ്ധോത്സുകതയും അതിദേശീയതയും പറഞ്ഞു പരത്തി അതിനെ വോട്ടാക്കാൻ ശ്രമിക്കുന്ന ഇതേ ആളുകൾ തന്നെയാണ്. ഇതേ ആളുകൾ രാജ്യം ഭരിക്കുമ്പോഴാണ് രാജ്യത്തിന്റെ പ്രതിരോധ മേഖല ഏറ്റവും വലിയ അഴിമതിക്ക് സാക്ഷ്യം വഹിച്ചത്. 400 കോടിയിൽ ആരംഭിച്ച റാഫേലിന്റെ കരാർ 1400 കോടിയിൽ എത്തിയത് ഇവരുടെ കാലയളവിലാണ്. കടലാസിൽ മാത്രമുണ്ടായിരുന്ന റിലയൻസിന്റെ ഡിഫൻസ് കമ്പനിക്ക് അംഗീകാരം കൊടുത്ത് അവർക്ക് ഫ്ലൈറ്റ് നിർമ്മിക്കാൻ അതേപോലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ മൂകസാക്ഷിയാക്കി നിർത്തിയത് ഇവരുടെ കാലഘട്ടത്തിലാണ്. ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന കടലാസിലെ മാത്രം സ്ഥാപനത്തിന് 1000 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ച് ലീഗലൈസ്ഡ് അഴിമതിക്ക് നേതൃത്വം നൽകിയത് ഇവരുടെ കാലഘട്ടത്തിലാണ്. ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരുടെ ശവപ്പെട്ടി പോലും പണയം വെച്ച് അതിലൂടെ അഴിമതി നടത്തിയ പാരമ്പര്യമുള്ളത് ഇന്ത്യയിലെ ഭാരതീയ ജനതാ പാർട്ടിക്കാണ്, RSSനാണ്, സംഘപരിവാരത്തിനാണ്. അപ്പോൾ ലീഗലൈസ്ഡ് ആയിട്ടുള്ള ഇവരുടെ അഴിമതിയുടെ കഥകൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ കാരവൻ നടത്തുന്ന ആരോപണത്തെ വസ്തുതാവിരുദ്ധമാണ് എന്ന് ഒരു കൈയക്ഷരത്തിന്റെ മാത്രം പിൻബലത്തിൽ തലക്കകത്ത് ആൾതാമസമുള്ള ഒരാൾക്കും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണത്തിനാണ് ധാർമ്മികമായും മര്യാദപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാകേണ്ടത്. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരൊറ്റ കാര്യം ചേർത്ത് പറയാനുള്ളത് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കവേ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വിദ്യാർത്ഥിയോട് സംസാരിച്ചുകൊണ്ടിരിക്കവേ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച്, ഡിസ്ലെക്സിയ ബാധിച്ച കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എത്രയോ ക്രൂരമായിട്ടാണ് അദ്ദേഹം അവരെ അപമാനിച്ചത് എന്ന് കാണുന്നുണ്ട്. അതേ മനോസ്ഥിതി തന്നെയാണ്, അതേ മനുഷ്യത്വ വിരുദ്ധതയാർന്ന കുടിലതയാർന്ന മനോസ്ഥിതി തന്നെയാണ് BJPയുടെ തിരുവനന്തപുരത്തെ നേതാവിൽ നിന്നും വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം നടത്തിയ ആരോപണങ്ങൾ. അദ്ദേഹം ഊളംപാറയെക്കുറിച്ച്, അദ്ദേഹം കുതിരവട്ടത്തെ കുറിച്ചൊക്കെ എത്രയോ മനുഷ്യത്വ വിരുദ്ധതയാർന്ന ക്രൂരമായ നിലയിലാണ് ഇവർ പറയുന്നത്. അവിടെ താമസിക്കുന്ന മനുഷ്യന്മാരല്ലേ? എന്റെയും നിങ്ങളുടെയും വീട്ടിലൊരു പക്ഷേ BJP എന്ന കമ്മ്യൂണിസ്റ്റുകാർ എന്ന വ്യത്യാസമില്ലാതെ നമ്മുടെ കുടുംബങ്ങളിൽ മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യായുസ്സുകൾ താമസിക്കുന്നുണ്ടാവില്ലേ? അവരെ നമ്മൾ ചികിത്സിക്കാൻ ഇത്തരത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ കൊണ്ടുപോകുന്നില്ലേ? അവരെ തുലനപ്പെടുത്തുന്നത് അവരെ നികൃഷ്ടമായ ജന്മങ്ങളാണ് എന്ന RSSന്റെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അതേ ചിന്തയാണ് തിരുവനന്തപുരത്തെ നേതാവിന്റെ വർത്തമാനങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇങ്ങനെയൊന്നും മനുഷ്യത്വ വിരുദ്ധരാകാൻ പാടില്ല എന്ന് കൂടെ ഞാൻ സാന്ദർഭികമായി സുരേഷ്, അപ്പോൾ ഈ കാര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇനി എന്തുണ്ട്, ഇതിനപ്പുറം എന്തുണ്ട് എന്ന ചോദ്യമല്ലല്ലോ വേണ്ടത്. ഇത് വെറും കടലാസാണ് എന്ന് തെളിയിക്കാനും ഈ ഒപ്പ് വ്യാജമാണെന്ന് തെളിയിക്കാനുമുള്ള ചങ്കൂറ്റത്തോടുകൂടിയുള്ള ഒരു അന്വേഷണം വേണം. അതിനുശേഷം അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് പുറത്തേക്ക് വിടണം. അതാണ് ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം. അല്ലാതെ അപമാനിക്കുന്നത് ശരിയോ എന്നതാണ് ചോദ്യം. സുരേഷ്. അല്ല ഡോക്ടർ ലാലെ, 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, ഈ മാനസിക വിഭ്രാന്തി പലർക്കും ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവരെ ചികിത്സിക്കുന്ന സ്ഥലത്ത് കിടക്കുന്നവർ ഇതേപോലെയൊക്കെ എഴുതും. അതേപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കാരവൻ മാഗസിനും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ കാരവൻ മാഗസിന്റെ ചരിത്രത്തെ കുറിച്ച് താങ്കൾക്ക് വളരെ എന്നെക്കാളും നന്നായിട്ട് അറിയാമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നീണ്ടകാലത്തൊരു ചരിത്രം കാരവൻ മാഗസിൻ ഉണ്ടെങ്കിലും 2011 അത് കുറെ കാലം പൂട്ടിക്കിടന്നതിന് ശേഷം 2011 നമ്മുടെ UPA ഭരണത്തിന്റെ തണലിലുമൊക്കെ അത് പറഞ്ഞു വന്നതാണ്. അതിനുശേഷം ഈ രാജ്യത്തിന്റെ പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകളെടുത്ത
നമ്മളുടെ രാജ്യസുരക്ഷാ ഉപദേശകൻ ഡോവലിന്റെ മകൻ അരുൺ ഡോവലിനെ, വിവേക് ഡോവലിനെ അപമാനിക്കുന്ന രീതിയിലാണ് പിന്നെ ഇത് രംഗത്ത് വരുന്നത്. ഇത് കോൺഗ്രസിന്റെ ഉണ്ടയില്ലാത്ത വെടിപൊട്ടിക്കുന്ന ഒരു സാധനമാണ് ഈ കാരവൻ മാഗസിൻ. ഇതിനാകെ 10,000-ന് താഴെ സർക്കുലേഷനേ ഉള്ളൂ. ഈ പേപ്പർ, ഈ വിലയില്ലാത്ത പേപ്പറിനെ പൊക്കിപ്പിടിച്ച്, ഈ മാഗസീനെ പൊക്കിപ്പിടിച്ച് അവർക്കുള്ള നിക്ഷേപം എത്രയോ കോടി രൂപയുടെ മാനനഷ്ട കേസുകൾ നേരിടുന്ന ഒരു മാഗസീൻ കൂടിയാണത്. ഇതിനെയൊക്കെ പൊക്കിപ്പിടിച്ച് ഈ രാജ്യത്ത് ചർച്ച ചെയ്യുന്നത് തന്നെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെ അവഹേളിക്കലാണ് എന്ന് ഞാൻ ജയിക്കിനോട് ഉൾപ്പെടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി രണ്ടാമത് ജയിക്ക് എനിക്കുള്ള മനുഷ്യത്വത്തെ കുറിച്ചുള്ള സംശയവും ഉത്കണ്ഠയും പ്രകടിപ്പിച്ചു. ശരിയാണ്, എനിക്ക് മനുഷ്യത്വം അല്പം കുറവുണ്ടെങ്കിൽ ജയിക്കെ ഞാൻ മനുഷ്യത്വത്തിന്റെ മഹത്തായ ഭാവനകൾ കൂടുതൽ ആവേശത്തോടെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. പക്ഷേ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കളുടെ പാർട്ടിയുടെ ഓഫീസിൽ ചെർപ്പുളശ്ശേരിയിൽ താങ്കളുടെ SFI കാരിയായിട്ടുള്ള ഒരു വനിതയെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത ഒരു കുഞ്ഞിനെ സംഭാവന ചെയ്ത വാർത്ത പുറത്തു വന്നിട്ടേ ഉള്ളൂ. ശ്രീ സുരേഷ്, അങ്ങനെ ഒരു ആരോപണം നിങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റുള്ള ഭാഗത്തു നിന്നും വന്നപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ പോലീസ് അന്വേഷിച്ചുള്ള റിപ്പോർട്ട് നമ്മൾ കാത്തിരിക്കുകയാണല്ലോ. അതല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ ഏത് കാര്യം വന്നാലും ഇത്തരം ആരോപണം വരുമ്പോൾ അത് അന്വേഷിക്കണം, അന്വേഷണത്തിന്റെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തത്? ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ ആ കാരവന്റെ ചരിത്രം കയറിപ്പോയി. അവരുടെ പൈതൃകം എന്താണെന്ന് അന്വേഷിക്കുന്നു, എന്നിട്ട് അവരെ തെറി പറയുന്നു. ഇതൊക്കെ നിങ്ങൾ പോലെയുള്ള യുവാക്കൾക്കെങ്കിലും ഈ കാപട്യത്തിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ടൂടെ? നിങ്ങൾ എന്തിനാ ഈ കാപട്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം? ശ്രീ സുരേഷ്, നിങ്ങളൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ അത്യാവശ്യം ബോധവും വിവരവുമുള്ള ഭാവിയുടെ വാഗ്ദാനങ്ങളല്ലേ? ശരി, നിങ്ങൾ ഈ കാപട്യത്തിൽ കിടന്ന് കുടുങ്ങണോ? ശരി, ശ്രീ സുരേഷ്, ഞാൻ ചോദിക്കുന്ന കാര്യം കൂടി കേട്ടാലാണ് ഇത് ആളുകൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ താങ്കൾക്ക് വിശദീകരിക്കാനാകുക. ഇപ്പോൾ താങ്കൾ ചില ആരോപണങ്ങൾ ഈ ജയിക്കിന്റെ പാർട്ടിയെ കുറിച്ചും അവരുടെ ഒരു പ്രാദേശിക ഓഫീസിൽ ഇപ്പോൾ നേരിട്ട ഒരു ആരോപണത്തെ കുറിച്ചും പറഞ്ഞു. അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ്? നിങ്ങളുടെ യുവജന പ്രസ്ഥാനം ഉൾപ്പെടെ അവിടെ പോയി സമരം നടത്തി ചോദിച്ചത് എന്താണ്? പോലീസുകാരോട് അന്വേഷിക്കണം, ഈ കാര്യത്തിൽ കേസെടുക്കണം, അതിന്റെ റിപ്പോർട്ട് വേണം എന്നാണ്. ഇതല്ലേ ഇപ്പോൾ തിരിച്ചും ചോദിക്കുന്നുള്ളൂ. ഒരു ആരോപണം വന്നപ്പോൾ കാരവൻ ഇത്തരത്തിലൊരു കാര്യം ആദായ വകുപ്പിന്റെ കയ്യിലുള്ള ഒരു രേഖ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുമ്പോൾ അത് അന്വേഷിക്കണമെന്നല്ലേ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്? അവർ അത് പറയുമ്പോൾ എന്തിനാണ് അവരെ കുതിരവട്ടത്തും കുളമ്പാറയ്ക്ക് വായിക്കുന്നത്? ജനകീയ കോടതിയിൽ സർവ്വതും വളരെ സുതാര്യമായിട്ട് അവതരിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പ്, ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ആ ഇന്ത്യയിലെ 125 കോടി ജനതയുടെ മുമ്പിൽ ഞങ്ങൾ തെളിവുകൾ വച്ചിരിക്കുന്നു. ജനത തീരുമാനിക്കട്ടെ. മാർക്സിസ്റ്റ് പാർട്ടി ഇതിന്റെ പേരിൽ BJPയുടെ അഴിമതി ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യെച്ചൂരി നാളെ പ്രധാനമന്ത്രിയാകണമെന്ന് ഇന്ത്യ തീരുമാനിച്ചത് ആയിക്കോട്ടെ. ഞങ്ങൾക്ക് മടിയില്ലല്ലോ. ഞങ്ങൾക്ക് ജനകീയ കോടതിയെ നേരിടാൻ മടിയില്ലല്ലോ. ജനകീയ കോടതിയേക്കാൾ വലിയ കോടതിയല്ല സുപ്രീം കോടതിയും വിജിലൻസും അതോടൊപ്പം തന്നെ മറ്റു കോടതികളും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. തിരിച്ചു വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം അന്വേഷിക്കുന്നത് ഇപ്പോൾ സുരേഷ് പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ്. ജനകീയ കോടതി തീരുമാനിക്കുമ്പോൾ പിന്നെ വിജിലൻസും വേണ്ട, പോലീസും വേണ്ട, അന്വേഷണവും വേണ്ട, ആ കോടതി ഈ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ മതിയത്രേ. ശ്രീ വേണുഗോപാൽ, ഇപ്പോൾ സുരേഷ് പറയുന്നത് കേട്ടല്ലോ. അതായത് ജനകീയ കോടതിയിലാണ് കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി അവരാണ് തീരുമാനിക്കുക. വിജിലൻസ് വേണ്ട, പോലീസ് വേണ്ട, മറ്റ് അന്വേഷണങ്ങളൊന്നും വേണ്ട, മതിയോ? അല്ല, അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ജനകീയ കോടതി തീരുമാനിക്കുന്നത് ജനകീയ കോടതിയിലേക്ക് വരുന്നു എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇപ്പം ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന അഴിമതി ആക്ഷേപങ്ങളെല്ലാം ജനകീയ കോടതിയിൽ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയിൽ നടന്നൊക്കെ ജനകീയ കോടതി തീരുമാനിച്ചാൽ മതിയായിരുന്നല്ലോ. ജനകീയ കോടതിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ ജനങ്ങൾക്കുള്ള ആശങ്ക മാറ്റിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനുള്ളതാണ്. ഭരണകൂടമാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ ഭരണകൂടം അത് ചെയ്യുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ റഫാൽ വിമാനത്തിൻ്റെ ഇടപാടിനകത്ത് 650 കോടി രൂപയ്ക്ക് മേടിക്കാൻ എഗ്രിമെൻ്റ് വെച്ച് അത് 1500 കോടിയായി മാറുന്നതും അതിലൂടെ 30,000 കോടിയുടെ കച്ചവടം നടത്തുന്നതുമൊക്കെ എത്രയോ ദിവസമാണ് പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്തത്. പാർലമെൻറ്റിൽ ചർച്ച ചെയ്തപ്പോൾ ഈ ജനകീയ കോടതി ഇല്ലായിരുന്നല്ലോ. അന്ന് ജനകീയ കോടതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ലായിരുന്നല്ലോ. എന്തുകൊണ്ടിട്ടായിരുന്നു ആ അന്വേഷണം? എന്തിനാണ് അത്തരം അന്വേഷണങ്ങളെ ഭയപ്പെടുന്നത്? അന്വേഷണങ്ങളെ ഭയപ്പെടുന്നതിന്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് മാന്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്ക് പോയി ഈ എന്താ പറയുന്നത്, അങ്ങാടിയിൽ തോറ്റയിന് അമ്മയുടെ നേരെ എന്നൊക്കെ പറയുന്ന അതുമാതിരി പ്രവർത്തിച്ചിട്ടൊന്നും കാര്യമില്ല.
ഇവിടെ അഴിമതി ആക്ഷേപത്തെ കുറിച്ചിട്ടാണ്. 1800 കോടി രൂപയുടെ ആക്ഷേപം ഇപ്പം പുറത്തു വരുമ്പോൾ ആക്ഷേപം ഉന്നയിച്ചവരെയും ആക്ഷേപം വീണ്ടും ആവർത്തിച്ചവരെയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരെയും ഒക്കെ ഊളംപാറയിലും അതുപോലെ തന്നെയുള്ള ഭ്രാന്തന്മാരും രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട് വരെ പറയുന്ന എന്തൊരു സംസ്കാരമാണിത്? എന്തിനാണ് ഇവർ ഇത്രയും കൂടുതൽ ആ സംസ്കാരമില്ലായ്മ പ്രകടിപ്പിക്കുന്നത്? സുരേഷിന്റെ വർത്തമാനം കേൾക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു, കഴിഞ്ഞ ഗവൺമെന്റ് വീണത് കോൺഗ്രസ് നടത്തിയ അഴിമതി കൊണ്ടിട്ടല്ല, മറ്റ് പാർട്ടികൾ നടത്തിയ അഴിമതിയെ കുറിച്ചിട്ട് കോൺഗ്രസ് അന്വേഷണം നടത്തിയില്ല. പക്ഷേ സംയുക്ത പാർലമെന്ററി പാർട്ടി അന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇപ്പോഴെന്താണ് അന്വേഷണത്തിന് ഉത്തരവിടാത്തത്? ഇനി ഈ 1800 കോടി രൂപയുടെ ആക്ഷേപങ്ങൾ കളവാണെന്ന് വെച്ചോ? ഇൻകം ടാക്സിന്റെ കണക്കുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് കാരവൻ പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു പേപ്പർ പുറത്തു വന്നിട്ട് അത് മാധ്യമങ്ങളിലേക്ക് വരുന്നു എങ്കിൽ തെറ്റായ വിവരമാണതെങ്കിൽ ഇൻകം ടാക്സിന് നടപടി പറയാൻ പാടില്ലേ? ഇൻകം ടാക്സ് പറയണ്ടേ? ഞങ്ങളുടെ കടലാസ് അല്ല ഇത്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇത്തരം കടലാസുകൾ. ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പറഞ്ഞവര് റഫേൽ ഇടപാടിനെ കുറിച്ചിട്ട് പറയുന്ന കടലാസുകൾ കളവ് പോയി. ഒന്ന് ആലോചിക്ക്, ഇന്ത്യ മഹാരാജ്യത്ത് ഭരണകൂടത്തിന്റെ കയ്യിലിരിക്കുന്ന നിരവധിയായ പേപ്പറുകൾ കളവ് പോകുന്നു. അത് സുപ്രീം കോടതിയിൽ പറയാൻ ഒരു മടിയുമില്ല. എങ്ങനെ കളവ് പോയി? ആര് കളവ് ചെയ്തു? ആരാണ് എടുത്തോണ്ടും പോയത്? ഇത് അന്വേഷിക്കാൻ ഈ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളില്ലേ, ഏജൻസികളില്ലേ? ഇതൊന്നും അന്വേഷിക്കാതെ സുപ്രീം കോടതിയിൽ പറയുന്നു കളവ് പോയി. അങ്ങനെ പറയുന്നതായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഈ 1800 കോടി രൂപയെ കുറിച്ച് പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നതാണ്, അല്ലെങ്കിൽ കാരവൻ പറയുന്നതാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നതാണ്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതാണ് എന്ന് പറഞ്ഞ് പുകമറ സൃഷ്ടിച്ച് മാറിപ്പോകാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസിന്റെ വാർത്താമാധ്യമം വാർത്തകളിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ കാട് കയറി വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാണ് കാട് കയറി വർത്താനം പറയുന്നത്? 1800 കോടി രൂപയുടെ കാര്യം പറയുമ്പോൾ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പാലക്കാടത്തെ കാര്യം ചർച്ച ചെയ്യണമെങ്കിൽ അത് വേറെ ചർച്ച ചെയ്യാം. ഇപ്പോഴാണോ അത് ചർച്ച ചെയ്യേണ്ടത്? ശ്രീ ജയ്ക്ക്, ഇപ്പൊ ഈ കാര്യത്തിൽ സുരേഷ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? റഫേലിന്റെ കാര്യമൊക്കെ നേരത്തെ വന്നപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. രേഖകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് കളവ് പോയി. മാത്രമല്ല, ആ രേഖകൾ പ്രസിദ്ധീകരിച്ച മാധ്യമം അത് മോഷ്ടിച്ചു എന്നാണ് പറയാൻ ശ്രമിച്ചത്. രേഖകൾ സത്യമോ അതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമോ എന്നതല്ല, ആ രേഖകൾ മാധ്യമം മോഷ്ടിച്ചു എന്ന് പറയാനാണ് അന്ന് BJP ശ്രമിച്ചത്. ഇന്നും അത് തന്നെയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്താണ് പറയുന്നത്? ചില മാധ്യമങ്ങൾ, ചില നിക്ഷിപ്ത താല്പര്യമുള്ള മാധ്യമങ്ങൾ, അവർ മാനനഷ്ട കേസിനെ ഭയക്കാൻ ഇനി കരുതിയിരുന്നുകൊള്ളുക എന്നാണ് പറയുന്നത്. ഭീഷണി കൂടിയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ കാണണം? അവർ ഉദ്ദേശിക്കുന്ന ചർച്ചകൾ നടക്കുന്നില്ല രാജ്യത്ത് എന്നുള്ളത്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ചർച്ചകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ കാരണം ഇത്തരം അഴിമതികളെ മൂടി വെക്കാനാണ് എന്നതാണോ മനസ്സിലാക്കേണ്ടത്? അല്പം അന്തസ്സെങ്കിലും BJPയുടെ പ്രവർത്തകർക്കോ നേതാക്കന്മാർക്കോ കേട്ടിട്ട് ബാക്കിയുണ്ടെങ്കിൽ അന്തസ്സുള്ളവരെങ്ങനെ BJP ആകുമെന്നൊരു മറ്റൊരു ചോദ്യം പ്രേക്ഷകർക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് കൂടെ അപവാദമായി അന്തസ്സുള്ള ആരെങ്കിലും BJPയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാകേണ്ടത് മാധ്യമങ്ങളെ അപഹസിക്കുന്നതിന് മുമ്പ് ഇത് 100% തെറ്റായ വാർത്ത ആണെങ്കിൽ നിങ്ങൾ കാരവൻ മാധ്യമത്തിനെതിരെ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സമുന്നതരായ ഇന്ത്യൻ RSSന്റെ നേതാക്കന്മാർ കോടതിയിൽ കേസ് കൊടുക്കണ്ടേ? അത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്നില്ലല്ലോ. പിന്നെ ഇതൊക്കെ പറയുന്നു 10,000 കോപ്പിയിൽ താഴെയാണ് കാരവന്റെ പ്രചരണം. അതുകൊണ്ട് അത് പറയുന്നത് വിശ്വസിക്കേണ്ടതില്ല. തെഹൽക്കയുടെ പ്രചുര പ്രചാരം എത്രയായിരുന്നു? പൈനിയറിന്റെ പ്രചുര പ്രചാരം എത്രയായിരുന്നു? തെഹൽക്ക 2001 വെസ്റ്റ്ലാൻഡ് UK ബേസ്ഡ് ആയിട്ടുള്ള വെസ്റ്റ്ലാൻഡ് കമ്പനിയുടെ പ്രതിനിധികൾ എന്ന വ്യാജേനെ, അവർ ആയുധ നിർമ്മാണ കമ്പനിയുടെ കരാറുകാർ എന്ന വ്യാജേനെ BJPയുടെ പ്രസിഡന്റായ ബംഗാരു ലക്ഷ്മണൻ എന്ന് കണ്ടപ്പോൾ എത്ര ലക്ഷങ്ങളാണ് അന്ന് തെഹൽക്കയുടെ പ്രതിനിധികളിൽ നിന്ന് വെസ്റ്റ്ലാൻഡ് ആയുധ കമ്പനിയുടെ പ്രതിനിധികളാണ് എന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ പ്രസിഡന്റ് വാങ്ങിയത്? അത് സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ രാജ്യം മുഴുവൻ കണ്ടില്ലേ? നിങ്ങൾക്ക് ബംഗാരു ലക്ഷ്മണനെതിരെ നടപടിയെടുക്കേണ്ടതായി വന്നില്ലേ? നിങ്ങളുടെ പ്രസിഡന്റ് അല്ലായിരുന്നോ? അപ്പൊ തെഹൽക്കയുടെ പ്രചാരവും അവർ സ്റ്റിംഗ് ഓപ്പറേഷനിൽ നടത്തിയത് വഴി ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുന്ന BJPയുടെ പ്രസിഡന്റിന്റെ ചിത്രവും രാജ്യം മുഴുവൻ കണ്ടപ്പോൾ അവരുടെ പ്രചാരം 5000-ൽ താഴെയാണ്. അതുകൊണ്ട് അവർ പറയുന്നത് കള്ളമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമായിരുന്നോ? ഈ രണ്ടാം UPA സർക്കാരിന്റെ കാലയളവിൽ ഞെട്ടിക്കുന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവന്നത് ആദരണീയനായ മാധ്യമ പ്രവർത്തകൻ ഗോപികൃഷ്ണനും അയാളുടെ മാധ്യമ സ്ഥാപനമായ പൈനീറും ഉൾപ്പെടെയുള്ള പത്രങ്ങളല്ലായിരുന്നോ? പൈനീറും ഗോപികൃഷ്ണനും
മാധ്യമ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് രണ്ടാം യു പി എയുടെ കാലയളവിലെ അഴിമതി കഥകൾ വെളിയിൽ കൊണ്ടുവന്നപ്പോൾ BJP പയണിയറിന്റെ പ്രചരണവും പ്രചുര പ്രചാരവും അവരുടെ സ്വാധീനവും പരിശോധിച്ചോ? അവർ കൊണ്ടുവന്ന അഴിമതി കഥകളെ ഉയർത്തിപ്പിടിച്ച് രാജ്യത്ത് വലിയ സമരവും വലിയ രാഷ്ട്രീയ ആരോപണങ്ങളും ഉയർത്തിയത് നിങ്ങളായിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ പത്രത്തിന്റെ പ്രചാരത്തെ വെച്ചിട്ട് മാനദണ്ഡം അളന്നിട്ടാണോ നിങ്ങൾ സത്യങ്ങളെ തിരിച്ചറിഞ്ഞത്? അതുകൊണ്ട് കാരവന്റെ പ്രചരണം മാത്രം, കാരവൻ സത്യത്തെ വിളിച്ചു പറയുമ്പോൾ അവർക്ക് 10,000-ൽ താഴെയാണ് പ്രചാരം. അതുകൊണ്ട് അവർ പറയുന്ന സത്യം സത്യമല്ല എന്ന് പറയുന്നത് വിദണ്ഡതാവാദമാണ്. അത് തലയിൽ ആൾതാമസമുള്ള ഒരാൾക്കും സ്വീകാര്യമായതൊന്നല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുന്നു നിങ്ങൾ നടത്തിയ അഴിമതി കഥകളുടെ നീണ്ട നിര പറയുമ്പോൾ കടലാസിൽ മാത്രമുള്ള ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കോടികൾ ബഡ്ജറ്റിൽ വകയിരുത്തി യോജിപ്പോൾ അദ്ദേഹത്തിന് മിണ്ടാട്ടം ഇല്ല. നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് നിൽക്കുമ്പോൾ തന്നെ റിലയൻസ് ഡിഫൻസിന് കടലാസിൽ മാത്രമുള്ള സംഘടനയ്ക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ കരാർ കൊടുത്ത് രാജ്യത്തിന്റെ ആത്മാവിനെ വിറ്റുതൊളച്ചതിന്റെ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല. ശവപ്പെട്ടി വിറ്റുതൊളച്ച് ഇന്ത്യൻ സൈനികരുടെ ശവപ്പെട്ടി വെച്ച് അഴിമതി നടത്തിയ BJPയുടെ അനുഭവം ചൂണ്ടിക്കാണിപ്പോൾ അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല. ഈ കേരളത്തിൽ ഒരു ജനപ്രതിനിധി പോലും ഇല്ലാതിരുന്ന BJPയുടെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ കീഴെയാണ് വർക്കലയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനെന്ന വ്യാജേന, ഇപ്പോൾ പെട്രോൾ പമ്പ് കൊടുക്കാനെന്ന വ്യാജേന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കഥകൾ വെളിയിൽ വരുന്നത്. നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ, നിങ്ങളുടെ ജില്ലയിൽ തന്നെ വിടുന്ന നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ സംസ്ഥാന നേതാവിനെ മാസങ്ങളോളം നിങ്ങൾ മാധ്യമ സ്ഥാപനത്തിന്റെ ചർച്ചകൾ നടക്കം സസ്പെൻഡ് ചെയ്ത് നിർത്തിയത് ഈ നാട്ടിലെ പത്രപാരായണം നടത്തുന്ന മുഴുവൻ ആളുകൾക്ക് പറയാവുന്നതാണ്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ല. നിങ്ങളുടെ നേരെയുള്ള അഴിമതി കഥകൾ ഓരോന്നോരോന്നായി പൊതുസമൂഹം എണ്ണിയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയേണ്ടതില്ല. നിങ്ങൾ അന്നേരം മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് നേരെ നിങ്ങൾ ആദ്യം മറുപടി പറ, എന്നിട്ടല്ല നിങ്ങൾ. സുരേഷ്, അപ്പോൾ നിങ്ങളെ കുറിച്ച് നേരത്തെ വന്ന ആരോപണങ്ങളെ കുറിച്ചും നിങ്ങൾ എടുത്ത നിലപാട് എന്താണ് എന്നതാണ്. റഫാലിനെ കുറിച്ച് വന്നപ്പോഴും നിങ്ങൾ ഇത് തന്നെ പറഞ്ഞൊഴിഞ്ഞു. ജനകീയ കോടതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് യുദ്ധം വന്നത്. അവിടുത്തെ വിമാനത്തിന്റെ ആവശ്യത്തിന്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യത്തെ മറികടക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഇതാ ഈ കാര്യവും ജനങ്ങളുടെ കോടതിയിലാണ് എന്നാണ് പറയുന്നത്. മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ തന്നെ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറയാത്ത ഈ വാദങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത് ജനം വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സുരേഷ്? ശ്രീ ഡോക്ടർ ലാൽ, ശ്രീ വേണുഗോപാലിന്റെയും ശ്രീ ജയക്കിന്റെയും ഈ കാപട്യം ഒന്ന് ഞാൻ തുറന്നു കാട്ടട്ടെ. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ ഏതോ ഒരു തുണ്ട് പേപ്പർ, സിഗരറ്റ് കവറിന്റെ പുറകിലോ ഡയറിയിലോ ഒന്ന് എഴുതിയിരിക്കുന്ന ഒരു തുണ്ട് പേപ്പർ വെച്ച് ഈ രാജ്യത്ത് ലോക്പാൽ അന്വേഷിക്കണം, CBI അന്വേഷിക്കണം, കോടതി അന്വേഷിക്കണം. ഇതെല്ലാം അന്വേഷിച്ചിട്ടാണ് റഫാൽ കേസിൽ വിധി വന്നിരിക്കുന്നത്. സുപ്രീം കോടതി വിധി പുറത്തു വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ CAG റിപ്പോർട്ട് ആദ്യം കൊടുത്ത സത്യവാങ്മൂലം വീണ്ടും സമർപ്പിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ അപ്പോഴാണ് പറഞ്ഞത് രേഖകൾ പ്രതിരോധ വകുപ്പിൽ നിന്ന് കള്ളൻ കൊണ്ടുപോയി എന്ന്. സുപ്രീം കോടതി, ഡോക്ടർ ലാൽ, സുപ്രീം കോടതി അസംദിഗ്ധമായിട്ട് പറഞ്ഞല്ലോ കാര്യങ്ങൾ. ഇനി സുപ്രീം കോടതിയേക്കാൾ ഇനി നിങ്ങൾ കോടതിയുടെ മുമ്പിലാണ് ഈ സാധനം കൊണ്ടുപോകണം എന്ന് ഇപ്പോൾ ഈ തുണ്ട് പേപ്പറിന്റെ കോടതി പാർലമെന്ററി സമിതിക്ക് മുമ്പിൽ എല്ലാം വെച്ചു എന്നാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. അതിന്റെ അധ്യക്ഷൻ പോലും അത് കണ്ടില്ലായിരുന്നു. കോടതിയിൽ പറഞ്ഞ എന്താ? അല്ല, ഈ ഡോക്ടർ ലാലെ, സുപ്രീം കോടതി അസന്ദിഗ്ധമായി പറഞ്ഞു റഫേലില് ഒരു അഴിമതിയും ഇല്ല എന്ന്. അതോടൊപ്പം തന്നെ അഴിമതി ഇല്ല എന്നല്ല പറഞ്ഞത്. ശ്രീ വേണുഗോപാൽ അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് കേൾക്കാം. ശ്രീ വേണുഗോപാൽ എന്താണ്? വേണുഗോപാൽ വിശദീകരിച്ചോട്ടെ. അഴിമതി ഇല്ലെന്നല്ല, അഴിമതി ഇല്ല എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. അത് രാജ്യസുരക്ഷയുമായി സോണിയാഗാന്ധിക്ക്, നിങ്ങളുടെ സോണിയാഗാന്ധിക്ക് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ രേഖകൾ ഒരു കാരണവശാലും പരസ്യപ്പെടുത്തരുതെന്ന് കേന്ദ്ര സർക്കാരിന്റെ വക്കീല് സുപ്രീം കോടതിയിൽ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി രാജ്യരക്ഷയെ മുൻനിർത്തിക്കൊണ്ടിട്ട് ഇത് സുപ്രീം കോടതിയിൽ പറയാനും ചർച്ച ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കുന്നതല്ലാണ്ട് അഴിമതിയില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. അഴിമതിയില്ല എന്ന് ഇതേവരെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞായിട്ട് സുരേഷ് ബാബു വേണുഗോപാൽ, നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഈ റഫേലിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ്, വിശദ വിവരങ്ങൾ ഇന്ത്യ പുറത്താക്കിപ്പിച്ച് അത് പാകിസ്ഥാന് ഗുണകരമാക്കി മാറ്റുക എന്നുള്ള ഇമ്രാൻഖാന്റെ ലക്ഷ്യങ്ങൾ ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അല്ലാത്തവരെല്ലാവരും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെല്ലാവരും ദേശവിരുദ്ധരാണ്. നിങ്ങൾ അവസാനത്തെ അടവാണ്, നിങ്ങളുടെ അവസാനത്തെ അടവാണ്. ഈ കാര്യങ്ങൾ പോലും പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഇത്രയും കോടികളുടെ അന്വേഷണം ലോക്പാൽ നടത്തണമെന്ന് പറയുമ്പോഴും നിങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ്. ഇമ്രാൻഖാനാണ്. അങ്ങനെ ഇമ്രാൻഖാൻ ജയ് വിളിക്കുന്ന രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ നമ്മുടെ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും
ഈ സാധനങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കണം. ഇതേ കാരവൻ മാഗസിൻ ഇന്ത്യയുടെ അതുപോലെ പാകിസ്ഥാനെയും കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടാനൊക്കില്ല. പാകിസ്ഥാനെ രണ്ടായി വെട്ടിമുറിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ 1 ലക്ഷം ഭടന്മാരെ തോക്ക് തിരിച്ചു വെച്ച് പാകിസ്ഥാനെ രണ്ടായി മുറിച്ച് ബംഗ്ലാദേശ് ഉണ്ടാക്കി ഇന്ദിരാഗാന്ധിയാണ്. അതല്ലാണ്ട് അതൊന്നും ബിജെപിക്ക് അവകാശപ്പെടാൻ പറ്റുമോ സുരേഷ്? ഇന്ത്യയിലെ കോൺഗ്രസും പാർട്ടിയും അധപ്പതിച്ചു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ പിന്നിലുള്ളത്. ശരി, അതുകൊണ്ടാണ് സുപ്രീം കോടതി എന്ത് രാജ്യത്ത് ആക്ഷേപങ്ങൾ വന്നാലും രാജ്യസ്നേഹത്തിന്റെ പേര് പറഞ്ഞ് അതിനെയൊക്കെ തള്ളിക്കളയുക എന്നുള്ള പുതിയ രാഷ്ട്രീയ തന്ത്രമാണ് ബിജെപി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് CAG പറഞ്ഞിട്ടും സുപ്രീം കോടതി പറഞ്ഞിട്ടും പോലും ബോധ്യം നിങ്ങൾ ഇന്ന് പാർലമെന്റിനകത്ത് പറഞ്ഞു പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ദയവായി ഈ കാര്യത്തിൽ താങ്കൾ നേരത്തെ ഊളംപാറയെന്നും കുതിരവട്ടമെന്നും പറഞ്ഞപ്പോഴും രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ ഒന്ന് ഓർമ്മിപ്പിച്ചതാണല്ലോ. ഈ കാര്യത്തിൽ ഇപ്പോ കാരവന്റെ സർക്കുലേഷൻ എണ്ണം പറഞ്ഞാണ് താങ്കൾ ഒരു 3-ാം കിട എന്ന് പറയുന്നത്. വയനാട്ടിൽ നിന്നുള്ള ഒരാൾ അതിന്റെ തലപ്പത്ത് വന്നതുകൊണ്ട് വയനാട്ടിൽ നിന്നുള്ള ഒരാൾ വന്നാൽ അയാൾ 3-ാം കിടയാകുമോ സുരേഷ്? അങ്ങനെ പറയാമോ? ഡോക്ടർ ലാൽ അയാളുടെ ഫേസ്ബുക്ക് എന്നെടുത്ത് നോക്കിയാൽ പറയാം അത് എത്രാമത്തെ കിടയാണെന്ന് പറയാം. 3-ാം കിട ഞാനൊന്ന് ചുരുക്കി പറഞ്ഞത് 5-ാം കിടയെന്നോ 6-ാം കിടയെന്നോ പറയേണ്ടി വരും. അയാളുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുക, അതിന്റെ കാരവന്റെ എഡിറ്ററുടെ ഫേസ്ബുക്ക്. തോമസ്, അപ്പൊ ഈ കാര്യത്തിൽ ഇപ്പോൾ ബാക്കി എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നവരെല്ലാവരും ദേശവിരുദ്ധരാണ്. ഈ കാര്യങ്ങൾ രാജ്യസ്നേഹമില്ലാത്തവരുടെ ചോദ്യങ്ങളാണ്. ഇതായിപ്പോൾ 3-ാം കിടമല്ല എത്രാമത്തെയോ കിടയാണെന്നുള്ളത് ഫേസ്ബുക്ക് നോക്കിയാൽ അറിയാം. കാരവന്റെ തലപ്പത്തിരിക്കുന്നവർ എത്രാം നിരയിലാണ് എന്ന്. ഇതാണ് ഇപ്പോഴത്തെ ആരോപണം. ജയിക്ക് ചർച്ച ചെയ്യുന്നല്ലോ ഡോക്ടർ ലാൽ, നിങ്ങൾക്ക് ചർച്ച ചെയ്യുന്നല്ലോ. സുരേഷിന്റെ പൂർണ്ണമായ വാദങ്ങൾ സാങ്കേതികമായ ചില തടസ്സങ്ങൾ കൊണ്ട് എനിക്ക് പൂർണ്ണമായി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ആരെയൊക്കെ ഏതൊക്കെ തരത്തിലാണ് ദേശവിരുദ്ധത ആരോപിച്ചെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ തവണത്തെ ജനകീയ കോടതിയിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മറുപടി പറയാൻ പോകുന്നത് ആരാണ് യഥാർത്ഥ ദേശസ്നേഹികൾ എന്നതിനെ കുറിച്ച് തന്നെയായിരിക്കും. യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ ജീവചരിത്രത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന വേളയിൽ ഗാന്ധി ജിന്നയോടും കൂട്ടരോടും പറയുന്ന ഒരു രംഗമുണ്ട്, യു ആർ ഡൂയിങ് ഇർറിലീജിയസ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഇവർക്ക് കൂടെ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ അനുരൂപമായി ചേർന്നിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ മതവിരുദ്ധമായത് പ്രവർത്തിക്കുന്നവർ എന്ന് ഗാന്ധി പറഞ്ഞതുപോലെ ഇവർ ദേശത്തിന്റെ പേരിൽ ദേശവിരുദ്ധമായത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടമാണിവർ. ദേശീയതയെക്കുറിച്ച് ദേശസ്നേഹത്തെക്കുറിച്ച് പറയാൻ ഇവർക്കാർക്ക് അംഗീകാരം കൊടുത്തത് 2000 ആണ്ട് വരെ RSS അവരുടെ ആസ്ഥാനത്ത് ഇന്ത്യൻ പതാക ഉയർത്തിയിരുന്നു. 2000 ആണ്ട് വരെ ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിക്കാത്ത ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ശ്രീ സുരേഷിന്റെ പ്രസ്ഥാനമായ RSS ആണ്, രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. അതേപോലെ ഇന്ത്യൻ ദേശീയ ഗാനത്തെ അംഗീകരിക്കാത്ത പൈതൃകമുള്ളവർ RSS ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത പാരമ്പര്യമുള്ളവർ RSS ആണ്. മാപ്പെഴുതി വെളിയിൽ വന്ന് പുറത്തു വന്ന ചരിത്രം എത്രയാവർത്തി നമ്മുടെ ചാനൽ ചർച്ചകളിൽ നിന്ന് എത്രയോ ആവർത്തി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരും അതേപോലെ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവും ആയിരക്കണക്കിന് മനുഷ്യന്മാർ കേസിൽ പ്രതിയാവുകയും ജയിലിൽ ത്യാഗം അനുഭവിക്കുകയും രക്തസാക്ഷിത്വം വരികയും ചെയ്തപ്പോൾ ഈ കേരളത്തിൽ നിന്ന് അതേപോലെ പള്ളിക്കൽ അബൂബക്കറും മണത്തിനപ്പവും കൊയ്ത്താറ്റിൽ ചിരുകണ്ഠനും അടങ്ങുന്ന ആളുകൾ തൂക്കുമരത്തിലേക്ക് പോയപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു RSSകാരൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഒരു പരിക്ക് പറ്റിയ വസ്ത്രത്തിലെങ്കിലും പരിക്ക് പറ്റിയതായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എന്നിട്ട് ഇപ്പോൾ വന്ന് പ്രസംഗിക്കുകയാണ് ഞങ്ങളാണ് ദേശീയതയുടെ വക്താക്കൾ, ഞങ്ങളാണ് യഥാർത്ഥ ദേശീയതയുടെ വക്താക്കൾ എന്ന്. ആർക്ക് വേണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ശാഖയിൽ മാത്രം കൊടുത്താൽ മതി. ആ സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ ഔദാര്യവുമായി കേരളത്തിന്റെ രാജ്യത്തിന്റെ പൊതുപന്താവുകളിലേക്ക് നിങ്ങൾ ഇറങ്ങി വരേണ്ടതില്ല. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ദേശീയതയുടെ വക്താക്കളല്ല, നിങ്ങൾ ദേശീയതയെ ഒറ്റുകൊടുത്ത ദേശവിരുദ്ധരുടെ കൂട്ടമാണ് എന്ന ഗാന്ധിയുടെ പ്രയോഗത്തിന് സർവാത്മന അർഹരാണ് നിങ്ങൾ. ശരി, ശ്രീ വേണുഗോപാൽ, ഒരു കാര്യം ഞാൻ സുരേഷിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളോട് പറയാണ്. സുരേഷ് നേരത്തെ ഉയർത്തിയ ഒരു വാദമുണ്ട്, അതായത് ആരെങ്കിലും ഇങ്ങനെ പൈസ കൊടുത്തതിന് ശേഷം സ്വന്തമായി ഇങ്ങനെ ഡയറിയിൽ എഴുതി ഒപ്പിട്ട് വെക്കുമോ എന്ന്. അങ്ങനെ ഒരു വാദം നിരത്തി ജനങ്ങളുടെ കോടതിയിൽ അവതരിപ്പിച്ചാൽ ഗുണം കിട്ടും എന്ന സുരേഷിന്റെ തോന്നൽ നിങ്ങൾ എങ്ങനെ നേരിടും? അല്ല, യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഇല്ലാതെ ഇൻകം ടാക്സ് ഈ കടലാസ് പിടിച്ചെടുക്കുകയും അല്ല ഇൻകം ടാക്സ് നമ്മൾ ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം വാർത്താ മാധ്യമങ്ങളിലൂടെയും അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉന്നത തലങ്ങളിൽ നിന്നും കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതല്ലേ സുരേഷ്?
ഏത് സുരേഷ്, അത് ശരിയല്ലാതിരിക്കാം. അത് അന്വേഷണം നടത്തിയാലല്ലേ ബോധ്യപ്പെടും. ഇവിടെ ഒരു സാമ്പ്രദായികമായ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലേ പറയാൻ സാധിക്കും. ഇല്ലെന്ന് നിങ്ങൾക്ക് എന്നാ ദേശസ്നേഹം ഉണ്ടായി തുടങ്ങിയത് വാസ്തവത്തില്? അപ്പൊ അതൊന്നുമല്ല ഈ പറയുന്നതായ ഭരിച്ചു തുടങ്ങിയപ്പോഴാ. എന്നാ 50,000 കോടി എന്ന് പറഞ്ഞാൽ പോരെ ലാൽ? ഞാൻ ഡോക്ടർ ലാലിനോട് ചോദിക്കുകയാണ്, എന്നാ 50,000 കോടി എന്ന് പറയാമായിരുന്നല്ലോ കള്ളത്തരമായിരുന്നെങ്കിൽ. എങ്ങനെ ഈ 1800 കോടി രൂപയെന്നും 1000 രൂപ BJPയുടെ സെൻട്രൽ കമ്മിറ്റിക്ക് കൊടുത്തെന്നും ഇങ്ങനെ വകതിരിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ഇത് യെദ്യൂരപ്പയുടെ ഇതിൽ നിന്ന് ഇൻകം ടാക്സിന് കിട്ടിയതായ യെദ്യൂരപ്പ കുറെ കാലം BJPയുടെ കൂടെ ഇല്ലായിരുന്നു. BJPയെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് പോയി. ആ കാലഘട്ടത്തിൽ പിടിച്ചെടുത്തിരിക്കുന്നതായ പിന്നീടും പിടിച്ചെടുത്തിരിക്കുന്നതായ കടലാസുകളിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 2009 ജനുവരി 17-18 തീയതികളിൽ കൊടുത്തു എന്നാണ്. 2009 ജനുവരി 17-18 തീയതികളിൽ അദ്ദേഹം അതിന് മുമ്പുള്ള മുഖ്യമന്ത്രി ആയതിന്റെ പാരിതോഷികമാണോ എന്ന് അറിയില്ല. നമുക്കറിയില്ല, ഇക്കാര്യം അന്വേഷിച്ചാലാണ് അറിയുക. അങ്ങനെ പറയരുതോ വേണമെങ്കിൽ? ശ്രീ സുരേഷ്, അങ്ങനെയുള്ള പേപ്പറുകളിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. അതൊരു പത്രം പറഞ്ഞു. ശ്രീ സുരേഷ്, ഈ കാര്യത്തിൽ ഒരു ചോദ്യം കൂടി. ഇപ്പോ രവിശങ്കർ പ്രസാദാണ് ഇന്ത്യയുടെ ചൌക്കിദാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പ്രധാനമന്ത്രി, ഇപ്പോഴും വാ തുറന്നിട്ടില്ല. അത് പോട്ടെ, ജനകീയ കോടതിയിൽ അദ്ദേഹം മിണ്ടാതെ നിന്ന് കയ്യടി വാങ്ങാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അത് നടക്കട്ടെ. പക്ഷേ ഇവിടെ വേറെ ചില ആളുകളുടെ പേരാണല്ലോ ഈ കുറിപ്പിലുള്ളത്. അദ്വാനിയുടെ പേരുണ്ട്, രാജ്നാഥ് സിംഗിന്റെ പേരുണ്ട്, നിതിൻ ഗഡ്കരി ഉണ്ട്, മുരളി മനോഹർ ജോഷിയുണ്ട്, അരുൺ ജെയ്റ്റ്ലി ഉണ്ട്. ഇവരാരെങ്കിലും ഒക്കെ വന്ന് പറയണമല്ലോ, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടുകൾ ഉൾപ്പെടെ പരിശോധിക്കണമല്ലോ. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ഇതെല്ലാം കൂടി ചേർത്ത് BJP ഒറ്റ ഇരിപ്പിലിരുന്ന് കണ്ടെത്തി 2 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ഇതെല്ലാം തെറ്റാണെന്ന് പറയുന്നത്? ഈ മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറുടെയും പേരും കൂടെ അതിൽ വരാത്തതെന്തോന്നാ ഞാൻ ചോദിക്കുന്നത്. എന്തോ അദ്വാനിയൊക്കെ കുറിച്ച് ഈ രാജ്യത്തിന് നന്നായിട്ട് അറിയില്ലേ ഡോക്ടർ ലാലെ? ഡോക്ടർ മുരളി മനോഹർ സംശുദ്ധി ഇവിടെ ആർക്കാ സംശയം? അദ്വാനിയുടെ സംശുദ്ധി ആർക്കാ സംശയം? രാജ്നാഥ് സിംഗിയുടെ സംശുദ്ധിയെ കുറിച്ച് ആർക്കാ സംശയം? നിതിൻ ഗഡ്കരി ശതശത കോടികളുടെ വികസനം ഈ രാജ്യത്ത് കൊണ്ടുവരുന്ന അദ്ദേഹത്തിനെതിരെ 5 പൈസയുടെ അഴിമതി ആരോപണമുണ്ടോ? ഇവിടെ ആർക്കാ ഇവരെ കുറിച്ചൊക്കെ സംശയം? ഇതേപോലൊക്കെ ഇങ്ങനെയുള്ള കുറെ വിവരം കെട്ടവർ എഴുതി വെക്കുന്നത് വെച്ചിട്ട് ഈ രാജ്യത്തിലെ കോടാനുകോടി ആൾക്കാർ ഇത്തരത്തിൽ ദൈവത്തിലായിട്ടുള്ള മഹത്വമുള്ള ഈ ആൾക്കാരെ സംശയിച്ചു. അങ്ങനെ സംശയിച്ചിരുന്നുവെങ്കിൽ അവരൊക്കെ നേതൃത്വം നൽകുന്ന BJP ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ. ശ്രീ സുരേഷ്, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ഈ കൂട്ടർ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒന്നും നേടിയിട്ടുണ്ടാവില്ല, സംശുദ്ധമാണ് എങ്കിൽ യെദ്യൂരപ്പ ഇവർക്കിട്ടൊരു പണി കൊടുത്തതാണോ? വേറൊരു ഗ്രൂപ്പിസം BJPക്ക് അകത്തുള്ളത് വർക്ക് ചെയ്ത് ഇവരുടെ പേര് മാത്രം ഒരു ഭാഗത്ത് വരികയും ശരിക്കും വാങ്ങിയ വേറെ കൂട്ടരുടെ പേരുകൾ ഇനിയും വരാനിരിക്കുകയും ചെയ്യുന്നുണ്ടോ? വലിയ അന്വേഷണമാണോ അതിന് വേണ്ടി വരുന്നത്? BJPയുടെ 4 വർഷക്കാലത്തെ ഭരണത്തിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ 5 സംസ്ഥാനങ്ങളിൽ BJPയെ തോൽപ്പിച്ചു. വിശ്വാസമാണ്. ഇതെന്താ കാര്യം? ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു BJPയുടെ ഭരണം. അത് ബോധ്യപ്പെട്ടപ്പോഴാണ് BJPയെ 5 സംസ്ഥാനങ്ങളിൽ പരാജയപ്പെടുത്തിയത്. എന്താ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത്? 4.5 വർഷമായി എന്നാ പറയുന്നത്. 4.5 വർഷത്തിനിടയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും BJP പുറകോട്ടടിച്ചു. ഗോവയിൽ എങ്ങനെ മന്ത്രിസഭ ഉണ്ടാക്കിയത്? ആളെ വിലക്ക് മേടിച്ചിട്ടല്ലേ? കോൺഗ്രസ് അല്ലേ ഒറ്റക്കക്ഷി? പഞ്ചാബിൽ ആര് ജയിച്ചു? രാജസ്ഥാനിൽ എങ്ങനെയാണ്? ഛത്തീസ്ഗഡിൽ എങ്ങനെയാണ്? മധ്യപ്രദേശിൽ എങ്ങനെയാണ്? 4.5 വർഷക്കാലത്തെ ആ സംസ്ഥാനങ്ങളിൽ ശ്രീ വേണുഗോപാൽ, സുരേഷ് ഒരു വലിയ തമാശ ഉന്നയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വിലയില്ലെങ്കിലും BJPക്ക് കോൺഗ്രസുകാരെ കുറിച്ച് നല്ല വിലയും മതിപ്പുമാണത്രേ. നിങ്ങൾ കരുതുന്നത് പോലെ അവരെ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നവരല്ല എന്നാണ് BJP ഇപ്പോൾ കരുതുന്നത്. സുരേഷ് പറയുന്നത് ഈ കോടികളും കൊണ്ടുപോയാലൊന്നും അവരെ കിട്ടില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വില കുറച്ച് കാണിക്കുന്നത് എന്നാണ് ശ്രീ വേണുഗോപാൽ. കോടികൾ കൊണ്ടുപോയി കിട്ടുന്ന കോടികളുമായിട്ട് നടക്കുന്നത് കോൺഗ്രസുകാരല്ല, കോടികളുമായിട്ട് നടക്കുന്നത് BJPക്കാരുടെ നേതാക്കന്മാരും. 30,000 കോടി റിലയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. ഇത് വേറൊന്ന് പറഞ്ഞില്ലേ, അമിത്ഷായുടെ മകൻ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒറ്റ വർഷം കൊണ്ടിട്ട് 83 കോടി രൂപയായ കണക്ക് പുറത്തു വന്നില്ലേ? എന്തിനാ ഈ കണക്കുകൾ പുറത്തു വരുമ്പോഴത്തേക്ക് ഇത്രയും കൂടുതൽ വെപ്രാളം? എന്തിനാണ് അത്രയും കൂടുതൽ വെപ്രാളം? കോൺഗ്രസുകാര് അങ്ങനെ കോൺഗ്രസുകാർ പൈസയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടില്ലെന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാർ പൈസയും കൊണ്ട് ചെല്ലാറില്ല.
കോൺഗ്രസ്സുകാർ ഇന്നേ വരെ പൈസയും കൊണ്ടിട്ട് ഒരിടത്തും ചെന്നിട്ടില്ല. ശരി. BJP-ക്കാരാണ് പൈസയും കൊണ്ടിട്ട് പലയിടത്തും നടന്ന് ആളുകളെ പിടിക്കുകയും MLA-മാരെ പിടിക്കുകയും MLA-മാരെ പിടിക്കാൻ നടക്കുകയും ഇപ്പോൾ ഈ കർണാടകയിൽ നടക്കുന്ന നാടകങ്ങൾ മുഴുവൻ BJP-യുടെ സാമ്പത്തിക സ്രോതസ്സുകളുടെ കാഠിന്യമാണ്. ശരി, ഞാൻ വേണുഗോപാൽ, ശ്രീ ജെയ്ക് സി തോമസ്, അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോഴും BJP പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. ഈ കാര്യത്തിൽ അവർ ഇത് തന്നെ പറഞ്ഞു പോകാനാണ്, അന്വേഷണത്തിൻ്റെതായ ഒരു വഴിയിലേക്കും പോകാൻ അവർ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. പാർലമെന്റ് ഇല്ല, നിയമസഭയിലേക്ക് ക്ഷമിക്കണം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ജനങ്ങളുടെ കോടതിയിൽ തന്നെയാണ് ഒരു പരിധിവരെ. അപ്പോൾ ഇനി ചർച്ച ചെയ്യാൻ സാധിക്കുക ഇത് ജനങ്ങളുടെ മുമ്പിൽ തന്നെയാണ്, തെരഞ്ഞെടുപ്പ് വേദികളിൽ തന്നെയാണ്. അവിടെ ഉപയോഗപ്പെടുത്താം എന്ന് തന്നെയാണോ ഇപ്പോൾ പ്രതീക്ഷ? അത് BJP ഇപ്പോൾ കേരളത്തിലെങ്കിലും പല രീതിയിൽ അതിർത്തിയും അമ്പലവും പറയാൻ ശ്രമിക്കുന്നതൊക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പോകുന്ന ഈ അഴിമതിയെ മറികടക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇവർ ഈ ജനകീയ കോടതി എന്ന് പറയുന്നത്, ശ്രീ സുരേഷ്, നിങ്ങൾ നല്ലവണ്ണം ധാരണയോടുകൂടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾ അവർക്ക് സംഭവിച്ച കൈത്തെറ്റ് തിരുത്താൻ ആവേശകരമായി തയ്യാറെടുത്തതിന്റെ ചിത്രമാണ് ഏറ്റവും ഒടുവിൽ 5 നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യം ആവേശപൂർവ്വം ദർശിച്ചത്. നിങ്ങൾക്ക് അസാധാരണമായ കരുത്തുണ്ടായിരുന്ന എത്രയെത്ര സംസ്ഥാനങ്ങൾ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, അങ്ങനെ ഉൾപ്പെടെ ഒരൊറ്റ സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും RSS ഇതര സർക്കാരിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ മത്സരബുദ്ധിയോടുകൂടി വോട്ട് ചെയ്ത സമരാവേശത്തിനും നേതൃത്വമായ ജനതയാണ് ഈ രാജ്യം ആവേശപൂർവ്വം കണ്ടത്. ആ ചരിത്രവും ആ ചിത്രവുമാണ് ഇന്ത്യൻ ലോകസഭാ തെരഞ്ഞെടുപ്പ് 2019 ആവർത്തിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. പണ്ട് കാക്കനാടനാണ് എഴുതിയതെന്നാണ് എന്റെ ഓർമ്മ. എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുക്കളാക്കപ്പെടുന്ന കാലഘട്ടം വരും. ഇരുളടിഞ്ഞ മഹാഗുഹകളിലൂടെ സുൽത്താൻമാർക്ക് പലായനം ചെയ്യപ്പെടേണ്ടതായി വരുമെന്ന് എഴുതിയത് കാക്കനാടനാണ്. അന്വേഷണം പ്രഖ്യാപിക്കാതെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ, ഇന്ത്യൻ ഭരണകൂട ബോർഡുകളെ ഒക്കെ നോക്കുകുത്തിയാക്കി തന്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം ഒരു രാജ്യത്തിന്റെ ആത്മാവിനെ വിട്ടുകൊടുത്ത പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നത് ഹിറ്റ്ലറെയും മുസോളിനിയെയും പോലെ നിർദ്ദയമായ ജനപതിയും മർമ്മവുമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ നടത്തിയ മുഴുവൻ അഴിമതി കഥകളും 2019 മെയ് മാസം 23 അനന്തരം ഈ രാജ്യത്ത് അധികാരത്തിൽ വരുവാൻ വേണ്ടി പോകുന്ന RSS ഇതര സർക്കാരിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ തുറന്നു കാട്ടപ്പെടുന്നത് നിങ്ങളായിരിക്കും. അധികാരമില്ലാത്ത കേരളത്തിൽ പോലും മെഡിക്കൽ കോളേജിന്റെയും പെട്രോൾ പമ്പിന്റെയും പേരിൽ നിങ്ങൾ നടത്തിയ അഴിമതി മുതൽ നിങ്ങളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ഭാഗവാക്കായ മുഴുവൻ അഴിമതികളും ഈ രാജ്യത്തിന് മുമ്പിൽ തുറന്നു കാട്ടപ്പെടുകയും രാജ്യത്തെ ഒറ്റുകൊടുത്ത നിങ്ങൾ നിർദ്ദയമാംവിധം വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, ശ്രീ സുരേഷ്, പല ചോദ്യങ്ങളും ഇതിനു മുമ്പ് അഴിമതിയെ സംബന്ധിച്ച് നിങ്ങളുടെ സർക്കാരിനെതിരായി വന്നപ്പോഴെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ പറഞ്ഞൊഴിയുകയാണ് ചെയ്തത്. അതിലൊന്നാണ് റഫേൽ. ഇപ്പോൾ ശ്രീ ജെയ്ക്ക് ചൂണ്ടിക്കാട്ടിയ മെഡിക്കൽ കോളേജ് ആരോപണം കേരളത്തിൽ പോലും വന്നത്, പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടത്, പഴയ കാലത്തെ കാര്യങ്ങളും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇന്നത്തെ ഈ ആരോപണം വന്നപ്പോൾ രവിശങ്കർ പ്രസാദ് ആകെ 2 വാചകങ്ങളാണ് ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയാൻ ശ്രമിച്ചത്. ഒന്ന്, ഇത് വ്യാജരേഖയാണ്, ഇത് ഉന്നയിക്കാൻ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കടലാസ് ഉയർത്തി കാട്ടി കള്ളപ്രചരണം, ഈ എഡിയുടെ ഡയറി നുണകളുടെ വല എന്നാണ് പറഞ്ഞത്. ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഇതൊക്കെ തെറ്റാണെന്ന് ഇവരാരും വാങ്ങിയിട്ടില്ല എന്നും പറയാനുള്ള ഒരു നടപടിയിലേക്കും പോകുന്നതിന് തയ്യാറാകാത്ത ഒരു BJP-യുടെ നേതാവിന്റെ, വക്താവിന്റെ ശരീരഭാഷ ജനങ്ങൾ എങ്ങനെ വായിക്കണം? ശ്രീ ജെയ്ക്ക് വളരെ അനർഗളമായി നിർഗളിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്പ്രഭാവത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ആ പറഞ്ഞതിൽ അല്പപ്പോലും യുക്തിയില്ല ജെയ്ക്ക്. കാരണം ശ്രീ കാക്കനാടൻ പറഞ്ഞത് ഈ 1 നൂറ്റാണ്ട് പോലും പൂർത്തിയാക്കാൻ കഴിയാതെ ശവമഞ്ചമായി ശവക്കൂനയിൽ അകപ്പെട്ടു പോയ കമ്മ്യൂണിസത്തിന്റെ അസ്ഥിപഞ്ജരം കണ്ടിട്ടായിരിക്കും താങ്കൾ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ ശ്രീ കാക്കനാടൻ പറഞ്ഞിട്ടുണ്ടാവുക. അത് താങ്കൾ ഒരു ആത്മവിമർശനത്തിന്റെ ഭാഗമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് താങ്കൾക്ക് ഗുണം ചെയ്യും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മത്സരമല്ല ശ്രീ സുരേഷ്. മറ്റൊന്ന് ശ്രീ, ഇവിടെ അഴിമതിയുടെ കാര്യത്തിൽ ഇവിടെ മെഡിക്കൽ കോളേജ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കാർ തന്നെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു അഴിമതി നടന്നിട്ടില്ല എന്ന് പുറത്തു വന്നിരിക്കുന്നത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ വിജിലൻസ് അന്വേഷിച്ചിട്ട് തന്നെ പുറത്തു വിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ജയിക്കൊന്ന് മനസ്സിലാക്കി. രണ്ടാമത്, നിങ്ങളുടെ മുമ്പിൽ ഇനിയിപ്പോ ഹൃദയം തുറന്ന് കാണിച്ചാലും നിങ്ങളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ സുപ്രീം കോടതിയുടെ വിധി ഒന്നാ പറയും, അത് സുപ്രീം കോടതിയല്ല, അത് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണമെന്ന് പറയും. ഇനി അടുത്ത് ജനങ്ങളുടെ വിധി വരാൻ പറയുമ്പോൾ പറയും നിങ്ങൾ അല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ വിടണമെന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ BJP വിരോധത്താൽ അന്ധരായി കഴിഞ്ഞവരാ. നിങ്ങളുടെ മസ്തിഷ്കം മുഴുവൻ തകർന്നു പോയിരിക്കുന്നു. നിങ്ങൾ BJP വിരോധം കൊണ്ട് ഇങ്ങനെ എല്ലാ വിഭ്രാന്തിയും സംഭവിച്ചു കഴിഞ്ഞവരാ. ഈ 2 പേരും, വേണുഗോപാൽജിയും അതോടൊപ്പം തന്നെ ജയിക്കും. അതുകൊണ്ട് നിങ്ങളെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തിലെ 125 കോടി ജനതയെ. അവരെ ബോധ്യപ്പെടുത്തും എന്ന് ഈ വരുന്ന മെയ് 23 ഈ രാജ്യത്തിലുള്ള എല്ലാവർക്കും ബോധ്യമാകും.
ഇതൊക്കെ പറയുന്നത് നിങ്ങൾ അന്ന് എവിടെ നിൽക്കുമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ശരി. ശ്രീ ജയിക്കെ, നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ? രാഹുൽ ഗാന്ധിയാണോ? പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വേണുഗോപാൽജിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ലേ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? പക്ഷേ നിങ്ങൾ ഈ രാജ്യത്തിലെ ജനതയെ ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ത്രിപുരയുടെ അവസ്ഥയിലാവും കേരളത്തിലും, ബംഗാളിലെ അവസ്ഥയിലാവും കേരളത്തിലും. നരേന്ദ്രമോദി തന്നെ അടുത്ത പ്രധാനമന്ത്രി ആകില്ല, നിങ്ങൾ തന്നെ ഭരണത്തിലേക്ക് വന്നാലും അതിനുള്ള സീറ്റ് ഉണ്ടെങ്കിലും. അതാണ് ഇപ്പോൾ RSSന്റെ കളി. അതുകൊണ്ടാണ് ഈ കണക്കുകളിൽ പോലും ചില പേരുകൾ വരുന്നത് എന്നതാണ്. വളരെ ഗൗരവമുള്ള ഒരു കാര്യമുണ്ട്. ഇന്ന് ഇന്ത്യ മഹാരാജ്യം ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ മഹാരാജ്യത്ത് അത് ജനകീയ കോടതിയിലേക്ക് പോകട്ടെ എന്നാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കണം. ആ ധാർഷ്ട്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ജനകീയ കോടതിയിലേക്ക് അവസാനത്തെ ഓരോ നേതാക്കൾക്കും തരികയാണ്. ഏറ്റവും ആദ്യം ശ്രീ വേണുഗോപാൽ, ഈ കാര്യത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശക്തമായി പറയാനുള്ള ഒരു ഘട്ടമുണ്ട് ഇപ്പോൾ BJPക്കെതിരായി. ഇത്രയധികം വലിയ വാർത്തകൾ വന്നു നിൽക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ പറഞ്ഞ് BJPയെ അടിച്ചിരുത്തേണ്ട ഘട്ടം ഉണ്ട് ഇപ്പോൾ. നിങ്ങളത് ശക്തമായി തന്നെ നിറവേറ്റും എന്ന് പറയാൻ സാധിക്കുമോ? ഈ ദിവസത്തിൽ ഇത് കഴിഞ്ഞു പോകുമോ? ഇതിന് രാഹുൽ ഗാന്ധിയുടെ മാത്രം ബാധ്യതയായി മാറുമോ? അല്ലല്ല, ഇന്ത്യ മഹാരാജ്യത്തൊട്ടുക്ക് റഫേൽ ഇടപാടിനെ കുറിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പുതിയതായി വന്നിരിക്കുന്ന ആക്ഷേപങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൊതുസമൂഹം എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തത്തിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണ്. അതിന് BJP ഉത്തരം പറയേണ്ട ഇതുണ്ട്. BJPക്ക് അന്വേഷണത്തിന്, ഞാൻ പറയുന്നത് സുരേഷ് പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. സുരേഷ് ഇതൊരു അന്വേഷണത്തിന് വിധേയമാക്കുന്നതിന് നമുക്കെന്താ? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അന്വേഷണ വിധേയമാക്കിയിട്ട് തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പോരെ? അതിനു പകരമായിട്ട് നിങ്ങൾ മുളയിൽ തന്നെ ഇത് പറ്റില്ല, വ്യാജരേഖ കടലാസിനകത്ത് ആരൊപ്പിട്ടു, എങ്ങനെ കിട്ടി ഈ കടലാസ്, എങ്ങനെയാണ് ഈ കണക്കുകൾ വരുന്നത്, എങ്ങനെയാണ് ഈ പേരുകൾ വരുന്നത്, ഇൻകം ടാക്സ് എങ്ങനെ വന്നു, ക്യാരവൻ എങ്ങനെ വന്നു, ഇതെല്ലാം കഴിഞ്ഞല്ലേ കോൺഗ്രസിന്റെ വക്താവ് പറയുന്ന പുറത്ത്. അല്ലാണ്ട് കോൺഗ്രസിന്റെ അപ്പോൾ മടിയിൽ ഇല്ലെങ്കിൽ പേടിക്കേണ്ട എന്ന് താങ്കൾ തന്നെ പറഞ്ഞ വാദത്തെ ഖണ്ഡിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ അന്വേഷണത്തിന് വേണ്ടി വാദിക്കണം. നിങ്ങളുടെ പാർട്ടി തന്നെ സർക്കാരിനോട്, കേന്ദ്ര സർക്കാരിനോട് പറയാം. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ അന്വേഷണത്തിന് അവർ തയ്യാറില്ല എന്ന് പറയുമ്പോൾ പേപ്പർ കഷണത്തിൽ ജഡ്ജിമാർക്ക് പോലും കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ ആരെ കൊണ്ട് അന്വേഷിപ്പിക്കും ശ്രീ വേണുഗോപാൽ? ജഡ്ജിമാർക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. ലോക്പാൽ ഒരു പഴയ ജഡ്ജിയല്ലേ? നാളെ ലോക്പാലിന്റെ വിധി വന്നാലും സുപ്രീം കോടതിയുടെ വിധി വന്നാലൊന്നും നിങ്ങൾ അതുകൊണ്ട് ഈ രാജ്യത്ത് ശാശ്വതമായ വിധി എന്ന് പറയുന്നത് ജനങ്ങളുടെ വിധിയാണ്. ജനങ്ങളുടെ മുമ്പിൽ പോകാൻ BJPക്ക് ലെവലേശം മടിയില്ല. നിങ്ങൾ എന്തിനു ഭയക്കുന്നു? കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ജനങ്ങളെ ഭയക്കുന്നതിനാ ഈ പറയുന്ന കണക്കുകളുമായി നാളെ മുതൽ ഇത് ഒറ്റ വിഷയമാക്കി ജനങ്ങളുടെ മുമ്പാകെ നിങ്ങൾ ഈ 130 കോടി ജനങ്ങളുടെ മുമ്പാകെ നിങ്ങൾ ഇത് വെച്ച് ഇതാണ് ഞങ്ങളുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞ് എല്ലാവരുടെയും അക്കൗണ്ടും എടുത്തു കാണിച്ച് നിങ്ങൾ തന്നെ രംഗത്തിറങ്ങുമോ സുരേഷ്? അല്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ കൈയക്ഷരമല്ല, അദ്ദേഹത്തിന്റെ ഒപ്പല്ല, അദ്ദേഹത്തിന്റെ ഡയറി അല്ല. ഈ കേരളം എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് പ്രസ്ഥാനമാണ്. അതൊരു പഴയ താങ്കൾ ഇത് അവസാനിപ്പിക്കാം. ജയിക്ക് എങ്ങനെ കാണും ജനങ്ങളുടെ കോടതിയിലേക്ക് ഇത് പോകുമ്പോൾ? ഇല്ല, രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഇനി ഏത് അഴിമതി ആരോപണം ഈ രാജ്യത്ത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഉയർന്നു വരുമ്പോഴും ഇതായിരിക്കുമോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്? ഞാൻ പറയട്ടെ നിലപാട്. അതേപോലെ തന്നെ കേരളത്തിലെ അഴിമതി കഥകൾ ഉയർന്നു വന്നപ്പോൾ ഇതായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. പിന്നെ ഇദ്ദേഹം ചോദിക്കുന്നു ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരുന്നുവെന്ന്. ഞാൻ അതല്ല ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ വിദണ്ഡതാവാദം ഉന്നയിക്കുമ്പോൾ സാന്ദർഭികമായി ചോദിക്കട്ടെ, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മത്സരിച്ചപ്പോൾ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാ? കുമ്മനം രാജശേഖരനായിരുന്നോ? PS ശ്രീധരൻപിള്ളയായിരുന്നോ? തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മത്സരിച്ചപ്പോൾ നിങ്ങൾക്ക് അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? ജമ്മു ആൻഡ് കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ BJPയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടിയിരുന്നോ? അതുകൊണ്ട് അത്തരത്തിലുള്ള നട്ടാൽ കുരുക്കാത്ത തെറ്റായ സമീകരണങ്ങൾ ചർച്ച ചെയ്യുമെന്ന് BJP പറയുമ്പോൾ പ്രതിപക്ഷവും അത് ഏറ്റെടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ? ഇനി ഇതും മാറി മറിയുമോ? നമുക്ക് കാണാം നേരിട്ട്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ സുരേഷ്, ശ്രീ ജേക്സി തോമസ്, ശ്രീ N വേണുഗോപാൽ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.